Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 5 CA ഫൈനൽ ഓഡിറ്റിങ്ങിൻ്റെ ചാപ്റ്റർ 5 ആണ് നമ്മളിന്ന് നോക്കുന്നത്. ചാപ്റ്റർ 5ൻ്റെ പേരാണ് ഓഡിറ്റ് എവിഡൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 5 സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വളരെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഒരു 10 പേജ് ഈ ചാപ്റ്ററിലുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് ആകെ ഒരു 10 പേജിലേ ഈ ചാപ്റ്ററിനെ കുറിച്ച് വരുന്നുള്ളൂ. സോ വളരെ ചെറിയ ചാപ്റ്ററാണ്. പക്ഷേ അതിലെന്താണ് നമ്മൾ 5 ഓഡിറ്റ് എവിഡൻസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ 5 സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഒറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓരോ പാർട്ട് ആക്കുന്നില്ല, കാരണം ഓരോ പാർട്ടാക്കണമെങ്കിൽ വളരെ ചെറിയ വീഡിയോസ് ആയിപ്പോൾ. അപ്പോൾ നമുക്ക് എന്താണ് ഒറ്റൊരു പാർട്ടായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. സോ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് SA 500 ഓഡിറ്റ് എവിഡൻസ്. ഓക്കെ, അപ്പോൾ SA 500 ഓഡിറ്റ് എവിഡൻസിൻ്റെ ഓവർവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. SA 500 explains the auditor's responsibility to design and perform audit procedures to obtain sufficient and appropriate audit evidence. അപ്പോൾ എന്താണ് SA 500 എന്താ പറഞ്ഞത്? ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് പറഞ്ഞത്. എല്ലാ സ്റ്റാൻഡേർഡ്സും പോലെ തന്നെ SA 500ഉം ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് പറഞ്ഞത്. എന്തിനു വേണ്ടി റെസ്പോൺസിബിലിറ്റി? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിസൈനും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തിനാണ് ഈ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിസൈനും പെർഫോം ചെയ്യുന്നത്? സഫീഷ്യൻറ്റും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കീ വേർഡ്സ്. എന്ത്? ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്തിനുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിസൈനും പെർഫോം ചെയ്യാൻ. എന്തിനു വേണ്ടിയിട്ട്? ടു ഒബ്റ്റെയിൻ സഫീഷ്യൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ദ ഓഡിറ്റർ ടു ഡ്രോ എ റീസണബിൾ കൺക്ലൂഷൻ ഫോർ ദെയർ ഒപ്പീനിയൻ. അപ്പോൾ എന്താണ് ഈ ഒരു ഓഡിറ്റ് എവിഡൻസ് യൂസ് ചെയ്തിട്ടാണ്, അതിൻ്റെ ഹെൽപ്പ് വെച്ചിട്ടാണ് എന്ത് ഓഡിറ്റർ ഒരു റീസണബിൾ ആയിട്ടുള്ള കൺക്ലൂഷൻ എത്തുന്നത് അവരുടെ ഒപ്പീനിയന് വേണ്ടിയിട്ട്. ഓഡിറ്റ് എവിഡൻസ് ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ ഫ്രം അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആൻഡ് അതർ റിലവൻറ്റ് സോഴ്സസ്. അപ്പോൾ അക്കൗണ്ടിംഗ് റെക്കോർഡിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസും അല്ലെങ്കിൽ അതർ റിലവൻ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസും എന്താണ് നമ്മൾ ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, സ്കോപ്പ് ഓഫ് SA 500. SA 500ൻ്റെ സ്കോപ്പ് എന്താണ്? This standard applies to the auditor's responsibility to obtain sufficient and appropriate audit evidence through proper audit procedures. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഓഡിറ്റ് പ്രൊസീജിയർ നമ്മൾ ഡിസൈനും പെർഫോം ചെയ്തിട്ട് എന്താണ് സഫീഷ്യൻറ്റും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുക. അതാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് പറയുന്ന കാര്യം. ഇറ്റ് കവേഴ്സ് ഓൾ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ഡ്യൂറിങ് ദ ഓഡിറ്റ് പ്രോസസ്. അപ്പോൾ നമ്മളൊരു ഓഡിറ്റ് പ്രോസസ്സിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന എല്ലാ ഓഡിറ്റ് എവിഡൻസും എന്താണ് SA 500ൻ്റെ സ്കോപ്പിൽ പെടുന്നതാണ്. Now, objectives of the auditor. The objective is to design and perform procedures to gather sufficient and appropriate audit evidence to support the auditor's conclusion and opinion. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ വെച്ചാൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്താണ് ഡിസൈനും ചെയ്യുക, പെർഫോം ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ടു ഗ്യാദർ സഫീഷ്യൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. എന്തിനാണ് നമുക്ക് ഈ ഓഡിറ്റ് എവിഡൻസ് വേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റ് എവിഡൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? ടു സപ്പോർട്ട് ദ ഓഡിറ്റേഴ്സ് കൺക്ലൂഷൻ ആൻഡ് ഒപ്പീനിയൻ. ഓക്കെ, സോ ഇൻഫർമേഷൻസ് ടു ബി യൂസ്ഡ് ആസ് ഓഡിറ്റ് എവിഡൻസ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക, അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിലെ കീ കൺസിഡറേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റിലവൻസ് ആൻഡ് റിലയബിലിറ്റി ഓഫ് ദ ഇൻഫർമേഷൻ ആർ ക്രൂഷ്യൽ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആസ് ഓഡിറ്റ് എവിഡൻസ്, നമ്മളൊരു ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ റിലവൻ്റ് ആണോ, അതേമാതിരി തന്നെ റിലയബിൾ ആണോ എന്ന് വെച്ചാൽ റിലയബിൾ സോഴ്സിൽ നിന്നാണ് നമുക്ക് കിട്ടിയതും അതേമാതിരി തന്നെ നമ്മളെ ഓഡിറ്റിനത് റിലവൻ്റ് ആണോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം.
സോ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റിലവൻസ് ആൻഡ് റിലയബിലിറ്റിയാണ് ഓഫ് ദ ഇൻഫർമേഷൻ. ദെൻ ഇഫ് ദ ഇൻഫർമേഷൻ ഇസ് ഫ്രം എ മാനേജ്മെൻറ്റ് എക്സ്പേർട്ട്, ദ ഓഡിറ്റർ മസ്റ്റ് ഇവാലുവേറ്റ് ദ എക്സ്പേർട്സ് കോമ്പിറ്റൻറ്റ് ഒബ്ജക്റ്റിവിറ്റി ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ വർക്ക്. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു മാനേജ്മെൻറ്റിൻ്റെ എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിന്നാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടിയത്, ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അങ്ങനെയാകുമ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ എക്സ്പേർട്ടിൻ്റെ കോമ്പിറ്റൻസ്, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദെയർ വർക്ക്, അവരുടെ വർക്കിൻ്റെ അപ്രോപ്രിയേറ്റ്നെസ്, ഈ 3 കാര്യങ്ങളും ഓഡിറ്റർ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ. ഇഫ് ദ എൻറ്റിറ്റി പ്രൊഡ്യൂസസ് ദ ഇൻഫർമേഷൻ, ദ ഓഡിറ്റർ ഇവാലുവേറ്റ്സ് ഇറ്റ്സ് റിലയബിലിറ്റി, കംപ്ലീറ്റ്നെസ് ആൻഡ് ആക്യുറസി. അപ്പോൾ എന്താണ്, എൻറ്റിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനം നമുക്ക് ഇൻഫർമേഷൻ തന്ന സമയത്ത് ഓഡിറ്റർ എന്ത് ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്യണം. എങ്ങനെ, അത് റിലയബിൾ ആണോ, അത് കംപ്ലീറ്റ് ആണോ, ആൻഡ് അത് ആക്യുറേറ്റ് ആയിട്ട് ഫിഗേഴ്സ് ആണോ തരുന്നത് എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി നെക്സ്റ്റ്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ഒബ്റ്റെയിൻ എവിഡൻസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ പറഞ്ഞു, എന്താണ് ആസ് പെർ SA 500 ഓഡിറ്ററിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിസൈനും പെർഫോമും ചെയ്യുക. സോ ഏതൊക്കെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സാണ് നമ്മൾ ഡിസൈനും പെർഫോമും ചെയ്യേണ്ടത്, അതാണ് ഇവിടെ പറഞ്ഞത്. ടൈപ്സ് ഓഫ് പ്രൊസീജിയേഴ്സ്, 3 പ്രൊസീജിയേഴ്സാണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയർ, ദെൻ ടെസ്റ്റ് ഓഫ് കൺട്രോൾ, ദെൻ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ. അപ്പോൾ നമുക്കറിയാം, ഞാൻ ഫസ്റ്റ് ക്ലാസ് മുതലേ എന്ന് വെച്ചാൽ നമ്മൾ ചാപ്റ്റർ 1 മുതൽ ഞാൻ പറയുന്നുണ്ട്, എന്താണ് ഒരു സ്ഥാപനം, ഒരു നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനം, ഇവിടെ നമ്മൾ എന്താണ് ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് എന്ത്, അവിടെ റിസ്ക് എത്രമാത്രമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്താണ് നോക്കണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, അതാണ് റിസ്ക് അസസ്മെൻറ്റ്. റിസ്ക് നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞു എന്നുവെച്ചാൽ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരുപാട് റിസ്ക് ഉണ്ട്. റിസ്ക് എന്താണ്, റിസ്ക് കൂടുതലാണ്, റിസ്ക് ഹ്യൂജാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ബേസിൽ, ഈ ഒരു അസസ്മെൻറ്റിൻ്റെ ബേസിൽ എന്ന് വെച്ചാൽ റിസ്ക് അസസ്മെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ ഇവർ എങ്ങനെയാണ് കൺട്രോൾസ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തതും എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ഇപ്പോൾ ഇവിടെ റിസ്ക് കൂടുതലാണ്, നമുക്ക് തോന്നി ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു എൻവിറോൺമെൻറ്റ് എന്താണ്, റിസ്ക് കൂടുതലാണ്. നമ്മളെന്താണ് ഇൻറ്റേർണൽ കൺട്രോൾ പ്രോപ്പറാണോ നമ്മൾ ചെക്ക് ചെയ്തു. ഇൻറ്റേർണൽ കൺട്രോൾ പ്രോപ്പറും അല്ലെങ്കിൽ എന്താണ്, അപ്പോൾ നമ്മളെന്താണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറാണ്, നമ്മൾ ബുക്ക് വെരിഫിക്കേഷൻ നടത്തുന്നത്, നമ്മൾ റെക്കോർഡ്സ് വെരിഫൈ ചെയ്യുന്നതാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് കൂട്ടും. നമ്മളിപ്പോൾ സാമ്പിൾസിൻ്റെ എണ്ണം എന്ന് വെച്ചാൽ നമ്മൾ 100 എണ്ണത്തിൽ ഇപ്പോൾ ചിലപ്പോൾ 90 എണ്ണം നമ്മൾ ചെക്ക് ചെയ്യുന്നത് വരും, ഇൻറ്റേർണൽ കൺട്രോൾസ് ടീക്ക് അല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഓഡിറ്റർ നോർമലി ചെയ്യുന്ന 3 പ്രൊസീജിയേഴ്സാണ് എന്ത്, ഒന്ന് റിസ്ക് അസസ് ചെയ്യും, അതിനുശേഷം എന്താണ് നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് വെച്ചാൽ ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്യും, അതിനുശേഷമാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ, നമ്മൾ റെക്കോർഡ്സിലേക്ക് കടക്കുക. സോ ഫസ്റ്റ് വൺ വെച്ചാൽ റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയർ. ഐഡൻറ്റിഫൈ ആൻഡ് അസസ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അസസും ചെയ്യുക. എക്സാമ്പിൾ, ചെക്കിംഗ് ഇറ്റ് സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻസ് ആർ പ്രോപ്പർലി റെക്കോർഡ്. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എന്താണ്, പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ദെൻ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്, ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ എഫക്റ്റീവ്നെസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അത് പ്രോപ്പറാണോ എന്നുള്ള കാര്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. എക്സാമ്പിൾ, വെരിഫൈങ് ഇഫ് അപ്രൂവൽ ആർ കൺസിസ്റ്റൻ്റ്ലി ഡോക്യുമെൻറ്റഡ് ആൻഡ് ഫോർ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ. അപ്പോൾ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ എന്താണ്, ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പറാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. സോ നമ്മൾ നോർമലി ശരിക്കും പറയുന്നത് എന്താണ്, ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ എഫക്റ്റീവ്നെസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ അതിന് ശേഷമാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ വരിക. ചെക്ക് ഫോർ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൽ നമ്മൾ എന്താണ് എന്തെങ്കിലും മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഫസ്റ്റ് എന്താണ്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഫസ്റ്റ് തരിക, നമുക്ക് FS തരും. FS പ്രിപ്പയർ ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. സോ നമുക്കൊരു ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തരും, അതിലെന്തെങ്കിലും നമ്മൾ ഫസ്റ്റത്തെ ഓവർവ്യൂ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ഇൻറ്റേർണൽ കൺട്രോൾ എഫക്റ്റീവാണ് നമ്മൾ നോക്കുക. അതിനുശേഷം എന്താണ് നമ്മൾ കൂടുതലായിട്ട് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളോട്ട് കടന്ന് ചെന്നിട്ട് ഓരോ അക്കൗണ്ട്സ് നമ്മൾ എന്താണ് വെരിഫൈ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻകൺസിസ്റ്റൻസീസ് ഓർ ഡൗട്ട് ഇൻ ഓഡിറ്റ് എവിഡൻസ്. ഇപ്പോൾ നമ്മളെന്താണ് ഓഡിറ്റർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തിട്ട് ഒബ്റ്റെയിൻ ചെയ്ത ആ ഓഡിറ്റ് എവിഡൻസിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസീസോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടത്. സോ ഇഫ് എവിഡൻസ് അപ്പിയേഴ്സ് ഇൻകൺസിസ്റ്റൻസ് ഓർ അൺറിലയബിൾ,
ഒന്നുകിൽ ഇൻകൺസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ അൺറിലയബിളോ ആണെങ്കിൽ ദ ഓഡിറ്റർ മോഡിഫൈസ് ഓർ ആഡ്സ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു അഡ്രസ് ദ ഇഷ്യൂ. അപ്പോൾ ഓൾറെഡി ഉള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യും ഓഡിറ്റർ ഒന്നുകിൽ മോഡിഫൈ ചെയ്യും അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ദ ഓഡിറ്റർ കൺസിഡർ ദ എഫക്റ്റ് ഓഫ് ദ ഇൻകൺസിസ്റ്റൻസി ഓൺ അതർ ആസ്പെക്ട് ഓഫ് ദ ഓഡിറ്റ്. അപ്പോൾ ഈ ഒരു ഇൻകൺസിസ്റ്റൻസി, ഈ ഒരു ഓഡിറ്റ് എവിഡൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഓഡിറ്റ് എവിഡൻസിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു ഇൻകൺസിസ്റ്റൻസി ഈ നമ്മുടെ ഓഡിറ്റിലെ മറ്റ് ആസ്പെക്റ്റുകളെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഏരിയയിലേക്കും നമ്മളിപ്പോൾ ഒരു എക്സ്പെൻസിലേക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക ഈ ഒരു ഇൻകൺസിസ്റ്റൻസി. ഈ ഒരു ഇൻകൺസിസ്റ്റൻസി എന്താണ്? ഓഡിറ്റുള്ള മറ്റ് ആസ്പെക്റ്റ് ലൈക്ക് ഇൻകം, അസെറ്റ്, ഇങ്ങനെ മറ്റ് ആസ്പെക്റ്റുകളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. സോ ഫസ്റ്റ് ചെയ്യേണ്ട ഇൻകൺസിസ്റ്റൻസി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓഡിറ്റ് പ്രൊസീജിയർ ഒന്നുകിൽ മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ പുതിയ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആഡ് ചെയ്യണം ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി. പിന്നെന്താണ്? മറ്റ് ആസ്പെക്റ്റുകളെ, ഓഡിറ്റിൻ്റെ മറ്റ് ആസ്പെക്റ്റുകളെ ഈ ഒരു ഇൻകൺസിസ്റ്റൻസി എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ദെൻ എക്സാമ്പിൾസ് ഓഫ് ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റ് എവിഡൻസിൻ്റെ എക്സാമ്പിൾസ് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് നമുക്ക് കിട്ടും, അതേമാതിരി തന്നെ അതർ ഇൻഫോർമേഷൻ നമുക്ക് എന്ത് കിട്ടും? ഓഡിറ്റ് എവിഡൻസ് കിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ അതിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ കിട്ടുന്ന ഓഡിറ്റ് എവിഡൻസുകളാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ജേണൽ എൻട്രീസ്, എക്സാമ്പിൾ കമ്പയറിംഗ് ദ ലെഡ്ജർ ബാലൻസ് വിത്ത് ട്രയൽ ബാലൻസ്. അപ്പോൾ നമ്മൾ എന്താണ് ലെഡ്ജർ ബാലൻസ് ട്രയൽ ബാലൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് എന്താണ്? ഒരു അക്കൗണ്ടിങ് റെക്കോർഡ് എവിഡൻസ് ആണ്. ദെൻ അതർ ഇൻഫർമേഷൻ ലൈക്ക് ബോർഡ് മീറ്റിംഗ് മിനിറ്റ്സ്, കൺഫർമേഷൻ, എക്സാമ്പിൾ വെരിഫൈങ് എക്സ്റ്റേണൽ കൺഫർമേഷൻ ഓഫ് റിസീവബിൾസ് വിത്ത് കസ്റ്റമർ റെസ്പോൺസ്. ഇതൊക്കെ എന്താണ്? അതർ ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓഡിറ്റ് എവിഡൻസ് ആണ്. ഓക്കെ, ദെൻ കീ ടേംസ്. ഈ ഒരു SA500 യൂസ് ചെയ്യുന്ന കീ ടേംസ് എന്തൊക്കെയാണ്? സഫിഷ്യൻറ്റ് ഓഡിറ്റ് എവിഡൻസ്, അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. ഓക്കെ, ഇനഫ് ഓഡിറ്റ്, സഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ഇനഫ് എവിഡൻസ് ടു സപ്പോർട്ട് കൺക്ലൂഷൻ. അപ്പോൾ നമ്മളൊരു കൺക്ലൂഷനിലെത്തിയിട്ട് നമുക്ക് എന്താണ്? ഇനഫ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ്. നമുക്ക് എന്താണ്? ആവശ്യത്തിനുള്ള ഓഡിറ്റ് എവിഡൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തോ? ഇപ്പോൾ ഒരു 100 നമ്മളൊരു റിസ്ക് നമ്മൾ അസസ് ചെയ്തു. നമ്മൾ പറഞ്ഞു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞു. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റിസ്ക് അസസ് ചെയ്തു. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ദെൻ അതിനുശേഷം നമ്മൾ എന്താണ്? ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ വെരിഫൈ ചെയ്തു. അപ്പോൾ ഈ രണ്ട് സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി? റിസ്ക് കൂടുതലാണ്, അതേമാതിരി തന്നെ ഇൻറ്റേർണൽ കൺട്രോൾ പ്രോപ്പർ അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മളൊരു സാമ്പിൾ എടുക്കുകയാണ്. ഒരു 100 എണ്ണത്തിൻ്റെ സാമ്പിൾ എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു 20 സാമ്പിൾ നമ്മൾ എടുത്തു. ഇതാണ് പോപ്പുലേഷൻ, ഇതാണ് സാമ്പിൾ. അപ്പോൾ 20 സാമ്പിൾ നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് ഓക്കെ ആയിട്ട് തോന്നി. ഇത്രയും പ്രശ്നങ്ങൾ, റിസ്ക് കൂടുതലാണ്, അതേമാതിരി തന്നെ ഇൻറ്റേർണൽ കൺട്രോൾ പ്രോപ്പറും അല്ല. അപ്പോൾ നമുക്കൊരു 20% മാത്രം നമ്മൾ വെരിഫൈ ചെയ്താൽ മതിയോ? ഇത് ഇനഫ് ഓഡിറ്റ് എവിഡൻസ് നമുക്ക് കിട്ടിയോ? ഇല്ല. സോ നമുക്ക് ആ ഒരു ഐറ്റം, ഈ ഒരു 100 ഐറ്റം, ഈ ഒരു പോപ്പുലേഷനെ കുറിച്ചൊരു കൺക്ലൂഷനിലെത്താൻ നമുക്ക് ഇനഫ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. സോ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു എവിഡൻസ്, ഈ 20% എവിഡൻസ് സഫിഷ്യൻ്റ് അല്ല. സോ ഓഡിറ്റ് എവിഡൻസ് എപ്പോഴും എന്തായിരിക്കണം? സഫിഷ്യൻ്റ് ആയിരിക്കണം, ആവശ്യത്തിന് നമുക്ക് വേണം. ദെൻ അപ്രോപ്രിയേറ്റ്, നമ്മൾ ഈ 20 എണ്ണം അല്ലെങ്കിൽ നമ്മളൊരു 50% എടുത്തെന്ന് വെച്ചോ, അതെന്തായിരിക്കണം? റിലവൻറ്റ് ആൻഡ് റിലയബിൾ എവിഡൻസ് ആയിരിക്കണം. ഒരു കൺക്ലൂഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് റിലവൻറ്റ്, നമ്മൾ ഓഡിറ്റിനോ അല്ലെങ്കിൽ ഈ ഒരു പോപ്പുലേഷനെ കുറിച്ചിട്ടോ റിലവൻ്റ് ആയിട്ടുള്ള എവിഡൻസ് ആയിരിക്കണം അത്. അതേമാതിരി തന്നെ റിലയബിളും ആയിരിക്കണം. ഓക്കെ, സോ സഫിഷ്യൻറ്റ് ഓഡിറ്റ് എവിഡൻസ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആയിരിക്കണം. ഇത് രണ്ട് ടേംസാണ് നമ്മൾ SA500 നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടേംസ്. ഓക്കെ, അപ്പോൾ ഇതാണ് SA500. നമ്മൾ SA500 എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. SA500 നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന സ്റ്റാൻഡേർഡാണ് SA501. സോ SA500 നമ്മൾ ഓഡിറ്റ് എവിഡൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റാൻഡേർഡാണ് SA501 ഓഡിറ്റ് എവിഡൻസ് സ്പെസിഫിക് കൺസിഡറേഷൻ ഫോർ സെലക്റ്റഡ് ഐറ്റംസ്. ഓക്കെ,
ഓവർവ്യൂ ആണ്. SA501 ഓവർവ്യൂ ആണ്. നമ്മൾ എന്തിനാണ് SA501 നമ്മൾ യൂസ് ചെയ്യുന്നത്? SA501 ഫോക്കസസ് ഓൺ സ്പെസിഫിക് ഓഡിറ്റ് കൺസിഡറേഷൻസ് റിലേറ്റിംഗ് ടു ഇൻവെൻട്രി, ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസ് ആൻഡ് സെഗ്മെൻറ്റ് ഇൻഫോർമേഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് SA501 ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് വെച്ചാൽ ഇൻവെൻട്രി, സ്റ്റോക്ക്, നമ്മുടെ സ്റ്റോക്ക്. ദെൻ ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസ്, ലിറ്റിഗേഷൻസും ക്ലെയിംസും, നമുക്കെതിരെ എന്തെങ്കിലും ഇതൊരു പെൻഡിങ് ലിറ്റിഗേഷൻ, കോർട്ട് കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം. അതിനുശേഷം സെഗ്മെൻറ്റ് ഇൻഫോർമേഷൻ, ഓരോ സെഗ്മെൻറ്റ് ഇൻഫോർമേഷൻ, നമുക്കൊരു ബിസിനസ്സിന് പല പല സെഗ്മെൻറ്റുകളുണ്ടാവും, അതിൻ്റെ ഇൻഫോർമേഷൻ. ഈ 3 കാര്യങ്ങളിലും ഓഡിറ്റർ എങ്ങനത്തെ ഓഡിറ്റ് എവിഡൻസ് ആണ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്, അതാണ് SA501 പറയുന്നത്. സോ വെൻ കണ്ടക്ടിങ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ, ഇൻവെൻട്രി, ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസ് ആൻഡ് സെഗ്മെൻറ്റ് ഇൻഫോർമേഷനിൽ നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്. എൻഷുറിങ് ദ ഓഡിറ്റർ ഗ്യാദർ സഫിഷ്യൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. അപ്പോൾ എന്താണ്, ഈ ഒരു 3 കാര്യത്തിനും വേണ്ടതാണ് നമ്മൾ സഫിഷ്യൻറ്റും അപ്രോപ്രിയേറ്റുമായിട്ടുള്ള എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തോ എന്നുള്ള കാര്യം ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് SA501. ഇത് നമ്മൾ ഇൻ്ററിൽ നമ്മൾ ഓൾറെഡി നോക്കിയാണ്, എല്ലാ സ്റ്റാൻഡേർഡ്സും നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻ്ററിൽ നോക്കിയാണ്. പുതുതായിട്ട് അധിക കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല ഇതിൽ. CA ഫൈനലിൽ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആവുന്നതും മാത്രം. സോ സ്കോപ്പ് ഓഫ് SA501 അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ ദിസ് സ്റ്റാൻഡേർഡ് അപ്ലൈസ് ടു സ്പെസിഫിക് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഫോർ ഒബ്റ്റെയിനിങ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് റിലേറ്റഡ് ടു ഇൻവെൻട്രി, ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിംസ് ആൻഡ് സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാൻഡേർഡ് SA501 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ചില സ്പെസിഫിക് ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഇൻവെൻട്രീനെ കുറിച്ചിട്ടും ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിംസിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ സെഗ്മെൻറ്റ് ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ടും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇതിൽ മെയിൻ: ഇൻവെൻട്രി, ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിംസ് ആൻഡ് സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് വേണം? എവിഡൻസ് വേണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നു. സോ അതിനാണ് ഈ സ്റ്റാൻഡേർഡ് അപ്ലൈ ആവുന്നത്. അതാണ് ഈ സ്റ്റാൻഡേർഡ് സ്കോപ്പ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓഡിറ്റർ. അപ്പോൾ ഓഡിറ്ററിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് റിഗാർഡിങ് SA501? ദ ഗോൾ ഈസ് ടു ഗ്യാദർ സഫിഷ്യൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. അപ്പോൾ സഫിഷ്യൻറ്റും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. എന്തിനെക്കുറിച്ച് വേണ്ടിയിട്ടായിരിക്കും? ഒന്ന് ഇൻവെൻട്രീനെ കുറിച്ചിട്ട്, രണ്ടാമത്തത് എന്താണ് ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിമിനെ കുറിച്ചിട്ട്, മൂന്നാമത്തത് സെഗ്മെൻറ്റ് ഇൻഫർമേഷനെ കുറിച്ചിട്ടും. അപ്പോൾ ഇതിന് എന്താ പറയുന്നത് വെച്ചാൽ ഇൻവെൻട്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതേമാതിരി തന്നെ അതിൻ്റെ കണ്ടീഷൻ എന്താണ്. നമ്മളിപ്പോൾ ഒരു ബുക്കിൽ, നമ്മളിപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്താണ് ഇൻവെൻട്രി എന്ന് കണ്ടു. അപ്പോൾ ഈ ഇൻവെൻട്രി നമ്മൾ ബാലൻസ് ഷീറ്റിൽ കണ്ടാൽ ഇത് ആക്ച്വലി നമ്മളുടെ ഗോഡൗണിലുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം, വെരിഫൈ ചെയ്യണം. അതേമാതിരി തന്നെ അത് നല്ല കണ്ടീഷനിലാണോ ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ വെരിഫൈ ചെയ്യണം. അതേമാതിരി തന്നെ ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിംസ്, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എന്താണ് എന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സിറ്റുവേഷൻ അത് നമ്മൾ ബുക്കിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഓഡിറ്റർ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. ദെൻ സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ, അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത്, ഈ കാര്യത്തിനെ കുറിച്ചിട്ടും ഓഡിറ്റർ എന്ത് ചെയ്യണം? എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. സോ ഓഡിറ്ററിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എവിഡൻസ്, സഫിഷ്യൻറ്റും അപ്രോപ്രിയേറ്റും ആയിട്ടുള്ള എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യലാണ്. ഇതിനെക്കുറിച്ചിട്ട് ഇൻവെൻട്രി, ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിംസ് ആൻഡ് സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ എന്താണ് ഇൻവെൻട്രീൻ്റെ എക്സിസ്റ്റൻസ് ആൻഡ് കണ്ടീഷൻ, ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിമിൻ്റെ കംപ്ലീറ്റ്നെസ്, സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത് ആസ് പെർ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അപ്പോൾ FRF പ്രകാരമാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം, അതിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യലാണ് ഓഡിറ്ററിൻ്റെ ഒബ്ജക്റ്റീവ് അക്കോർഡിംഗ് ടു SA501. ഓക്കെ, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഫോർ ഇൻവെൻട്രി. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് അതിൻ്റെ എക്സിസ്റ്റൻസും കണ്ടീഷനുമാണ് നമുക്ക് മെയിൻ ഇൻവെൻട്രീൻ്റെ. സോ ഈ ഒരു എക്സിസ്റ്റൻസും കണ്ടീഷനും ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ഇൻവെൻട്രി ഉണ്ട്, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അതേമാതിരി തന്നെ അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നും ഈ 2 കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സാണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ അറ്റൻഡൻസ് അറ്റ് ദ ഫിസിക്കൽ കൗണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഇവർ ഫിസിക്കലി കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം അവിടെ.
If inventory is a material, attend physical inventory counts. Example, the auditor counts product in a warehouse to verify the സ്റ്റോക്ക് എമൗണ്ട്. അപ്പോൾ എന്താണ്, ഒരു ഇൻവെൻട്രി മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റമാണ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു മെറ്റീരിയൽ ഐറ്റമാണ് ഇൻവെൻട്രി എങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ഫിസിക്കൽ കൗണ്ടിൽ ഇൻവെൻട്രി കൗണ്ടിൽ നമ്മൾ എന്താണ് ഭാഗമായിരിക്കണം, അതിൽ അറ്റൻഡ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ വെച്ചാൽ പെർഫോമിങ് പ്രൊസീജിയേഴ്സ് ഓവർ ഇൻവെൻട്രി റെക്കോർഡ്സ്. അപ്പോൾ ഇൻവെൻട്രി റെക്കോർഡ്സിൻ്റെ മുകളിൽ നമ്മൾ എന്താണ് അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യുക. ഓഡിറ്റ് ഫൈനൽ ഇൻവെൻട്രി റെക്കോർഡ്. നമ്മൾ എന്താണ് ഫൈനൽ ഇൻവെൻട്രി റെക്കോർഡാണ്. നമ്മൾ എന്താണ് ഇൻവെൻട്രി ആദ്യം കൗണ്ട് ചെയ്തു. ഇപ്പോൾ ഒരുപാട് ഇൻവെൻട്രി ഉണ്ട്, അത് നമ്മൾ എന്താണ് നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇൻവെൻട്രിക്ക് പ്രോപ്പറായ രീതിയിലാണോ റെക്കോർഡിൽ കാണിക്കുന്നത് എന്നുള്ള കാര്യം ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. അതിനെന്ത് ചെയ്യണം, ഫൈനൽ ഇൻവെൻട്രി റെക്കോർഡ്സ് ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം, അത് ചെക്ക് ചെയ്യണം. സോ പെർഫോമിങ് പ്രൊസീജിയേഴ്സ് ഓവർ ഇൻവെൻട്രി റെക്കോർഡ്സ്. അതിനുശേഷം അഡീഷണൽ പ്രൊസീജിയേഴ്സ് ഫോർ നോൺ ഇൻവെൻട്രി കൗണ്ട് ഡേറ്റ്. ഇപ്പോൾ നമ്മൾ 31 മാർച്ച് സം ഇയർ 2024 വെക്കുക. 31 മാർച്ച് 2024 നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എഫേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വെക്കുക. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ബാലൻസ് ഇപ്പോൾ ഒരു 3 ലക്ഷമാണ് ഇൻവെൻട്രി എന്ന് വെക്കുക. ഈ ഒരു ബാലൻസ് എന്താണ് 31 മാർച്ചിൽ നമ്മൾ ബുക്കിൽ കാണിക്കുന്ന ബാലൻസാണ്. ഇൻവെൻട്രി കൗണ്ട് ചെയ്തത് 1/1/2024 എന്ന് വെക്കുക. അപ്പോൾ ഈ ഒരു ഡേറ്റിനാണ് നമ്മൾ ഇൻവെൻട്രി കൗണ്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ബുക്കിൽ കാണിക്കുന്ന, നമ്മുടെ എഫ്എസിൽ കാണിക്കുന്ന ബാലൻസ് വെച്ചാൽ 3 ലക്ഷം, അത് 31/3/2024. സോ ഈ ഒരു ഡേറ്റിൽ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മളവിടെ ഫിസിക്കലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൗണ്ടിങ്ങിലൊന്നും യാതൊരു പ്രശ്നമില്ല എന്നുള്ള കാര്യം ഓഡിറ്റർ വെരിഫൈ ചെയ്തു. പക്ഷേ അതിനുശേഷം പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഈ 3 ലക്ഷം വന്നിട്ടുണ്ടാവുക. ഇത് പ്രോപ്പറാണോ എന്ന് എങ്ങനെയാണ് ഓഡിറ്റർ നോക്കേണ്ടത്? അതിന് വേണ്ടി ഓഡിറ്റർ എന്താണ് കുറച്ച് പ്രൊസീജിയേഴ്സ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ പറഞ്ഞത്, അഡീഷണൽ പ്രൊസീജിയേഴ്സ് ഫോർ നോൺ ഇൻവെൻട്രി കൗണ്ട് ഡേറ്റ്. വെൻ ഇൻവെൻട്രി ഈസ് കൗണ്ടഡ് ഓൺ എ ഡിഫറെൻറ്റ് ഡേറ്റ് ദാൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ്. അപ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ഡേറ്റ് ദാൻ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ്. പെർഫോം എക്സ്ട്രാ പ്രൊസീജിയേഴ്സ് ടു അക്കൗണ്ട് ഫോർ ഇൻവെൻട്രി ചേഞ്ചസ് ഇൻ ദ ഇൻറ്ററിം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു 31 മാർച്ചും അതേമാതിരി തന്നെ 1 ജാനുവരി തമ്മിലെ ഇടയിൽ വരുന്ന പല മാറ്റങ്ങളും ഇൻറ്ററിം ആ സമയത്ത് വരുന്ന പല മാറ്റങ്ങളും എന്ത് ചെയ്യണം, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എക്സ്ട്രാ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. എക്സാമ്പിൾ, ചെക്ക് ഇൻവോയ്സസ് ആൻഡ് ട്രാൻസാക്ഷൻ ഫോർ ഇൻവെൻട്രി ചേഞ്ചസ് ബിറ്റ്വീൻ കൗണ്ട്. അപ്പോൾ കൗണ്ട് ചെയ്ത ഡേറ്റും അതേമാതിരി തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റിനും ഇടയിൽ വന്ന ട്രാൻസാക്ഷൻസും അതേമാതിരി തന്നെ ഇൻവോയ്സസൊക്കെ ഓഡിറ്റർ ചെക്ക് ചെയ്തിട്ട് അതൊക്കെ പ്രോപ്പറായ രീതിയിൽ അക്കൗണ്ട് ചെയ്തിട്ടാണോ ഇൻവെൻട്രി ബുക്ക് ചെയ്തിട്ടുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ദെൻ അൺഅവൈലബിലിറ്റി ടു അറ്റൻഡ് ഫിസിക്കൽ കൗണ്ട്. ഫിസിക്കൽ കൗണ്ട് അറ്റൻഡ് ചെയ്യാൻ എന്താണ് നമുക്ക് പറ്റിയില്ല, നമുക്ക് ഈ ഒരു സമയത്ത് എന്താണ് ഫിസിക്കൽ കൗണ്ട് നടത്താൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇഫ് ദ ഓഡിറ്റർ ക്യാൻ അറ്റൻഡ് ഓർ അറേഞ്ച് എൻ അൾട്ടർനേറ്റീവ് ഡേറ്റ് ഫോർ എ കൗണ്ട് ആൻഡ് ഓഡിറ്റ് എനി ട്രാൻസാക്ഷൻ ഡ്യൂറിങ് ദ ഗ്യാപ്പ്. അപ്പോൾ ഓഡിറ്റ് എന്താണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഫിസിക്കൽ കൗണ്ട് സമയത്ത് ഓഡിറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറേഞ്ച് ചെയ്യണം എന്ത്, ആൻഡ് അൾട്ടർനേറ്റീവ് ഡേറ്റ് ഫോർ കൗണ്ട്. ഒരു കൗണ്ട് ചെയ്യാൻ ഈ ഒരു ഇൻവെൻട്രി നമുക്ക് ഓഡിറ്ററിന് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു അൾട്ടർനേറ്റീവ് ഡേറ്റ് ഓഡിറ്റർ ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഓഡിറ്റ് എനി ട്രാൻസാക്ഷൻ ഡ്യൂറിങ് ദ ഗ്യാപ്പ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ മാനേജ്മെൻറ്റ് 31 മാർച്ച് 2024 തന്നെയാണ് എന്ത് ചെയ്തത്, ഇൻവെൻട്രി കൗണ്ട് ചെയ്തത്. ആ സമയത്ത് ഓഡിറ്റർ എന്തായിരുന്നു, ഓഡിറ്റർ അബ്രോഡായിരുന്നു. അപ്പോൾ ഓഡിറ്റർ എന്താണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഓഡിറ്റർ വന്നിട്ട് എന്താണ് ഒരു 24 ഏപ്രിൽ 2024 എന്താണ് ഓഡിറ്റർ എന്ത് ചെയ്തു, കൗണ്ട് ചെയ്തു. ഓഡിറ്റർ വന്നിട്ട് അൾട്ടർനേറ്റീവ് ഡേറ്റിൽ ഓഡിറ്റർ കൗണ്ട് ചെയ്തു. ആ കൗണ്ട് ചെയ്തിട്ട് എന്താണ് ഈ 2 ഡേറ്റ് തമ്മിലുള്ള വ്യത്യാസം, ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ നടന്ന ട്രാൻസാക്ഷൻസ് നോക്കിയിട്ട് നമ്മൾ ഈ ഒരു ദിവസം നമുക്ക് കിട്ടിയ എമൗണ്ട് അത് ഇതിലേക്ക് നമ്മൾ എന്താണ് റീകൺസൈൽ ചെയ്തെത്തിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. സോ ഫോർ എ കൗണ്ട് ആൻഡ് ഓഡിറ്റ് എനി ട്രാൻസാക്ഷൻ ഡ്യൂറിങ് ദ ഗ്യാപ്പ്. ഈ ഒരു ഗ്യാപ്പിൽ നടന്ന ട്രാൻസാക്ഷൻസ് എന്താണ് ഓഡിറ്റും ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് ദ ഓഡിറ്റർ ഈസ് സിക്ക് ഡ്യൂറിങ് ദ ഇൻവെൻട്രി കൗണ്ട്. അപ്പോൾ ഇൻവെൻട്രി കൗണ്ടിൻ്റെ സമയത്ത് ഓഡിറ്ററിന് സുഖമില്ലായിരുന്നു. ദേ പെർഫോം ചെക്സ് ഓൺ സ്റ്റോക്ക് ഷോർട്ട്ലി ആഫ്റ്റർവേർഡ്സ് ആൻഡ് റിവ്യൂ പർച്ചേസ് റെക്കോർഡ്സ്. അപ്പോൾ അതിന് ശേഷം എന്താണ് ഈ ഒരു സ്റ്റോക്ക് വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ പർച്ചേസ് റെക്കോർഡ്സോ അല്ലെങ്കിൽ സെയിൽസ് റെക്കോർഡ്സോ ഔട്ട്വേർഡും ഇൻവേർഡും ഒക്കെ വെരിഫൈ ചെയ്തിട്ട് എന്താണ് അത് പ്രോപ്പറാണോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഒരു ഇൻവെൻട്രീൻ്റെ എക്സിസ്റ്റൻസും കണ്ടീഷനും നമ്മൾ വെരിഫൈ ചെയ്യുക. ഓക്കെ, ദെൻ അതിന് ശേഷം കഴിഞ്ഞിട്ടില്ല, അൾട്ടർനേറ്റ് പ്രൊസീജിയേഴ്സ് ഈ ഫിസിക്കൽ കൗണ്ട് നോട്ട് പോസിബിൾ. അപ്പോൾ ഫിസിക്കൽ കൗണ്ട് പോസിബിൾ അല്ല, അപ്പോഴോ
നമ്മൾ എവിടെയോ ആണുള്ളത്, ഇപ്പോൾ ഒരു സ്ഥലത്താണുള്ളത്, ഒരു ലൊക്കേഷനാണുള്ളത്, അവിടെ വളരെ വലിയൊരു സ്ട്രൈക്ക് നടക്കുകയാണ് ഈ 31 മാർച്ചിന് ഭയങ്കര സ്ട്രൈക്ക് നടക്കുകയാണ്. അപ്പോൾ എന്താണ്, നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല, നമുക്ക് റോഡ് വഴി എത്തിച്ചേരാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഇഫ് അറ്റൻഡൻസ് ഇസ് ഇംപ്രാക്ടിക്കബിൾ യൂസ് അൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യണം. ഇഫ് ദോസ് ഫെയിൽ മോഡിഫൈ ദ ഓഡിറ്റ് ഒപ്പീനിയൻ. അപ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു അൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഓഡിറ്റ് ഒപ്പീനിയൻ നമ്മൾ മോഡിഫൈ ചെയ്യണം. എന്ന് വെച്ചാൽ നെഗറ്റീവ് ഒപ്പീനിയൻ കൊടുക്കണം. എക്സാമ്പിൾ, ഇഫ് ആക്സസ് ടു ഇൻവെൻട്രി ഈസ് ഡിനൈഡ് റിവ്യൂ പർച്ചേസ് റെക്കോർഡ്. നമ്മൾ പർച്ചേസ് റെക്കോർഡ് റിവ്യൂ ചെയ്യുക ആൻഡ് ഷിപ്പിംഗ് ഡോക്യുമെൻറ്റ്സ് ഫോർ വാലിഡേഷൻ. പർച്ചേസ് റെക്കോർഡ്സോ അല്ലെങ്കിൽ ഷിപ്പിംഗ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇൻവെൻട്രി ഹെൽഡ് ബൈ തേർഡ് പാർട്ടി. നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ആളുടെ ഇൻവെൻട്രി വേറെ ആളെ ഗോഡൗണിലാണുള്ളത്. അങ്ങനെയാവുമ്പോൾ വെൻ ഇൻവെൻട്രി ഈസ് ഹെൽഡ് ബൈ എ തേർഡ് പാർട്ടി കൺഫേം ഇൻവെൻട്രി ഡീറ്റെയിൽസ് വിത്ത് ദ തേർഡ് പാർട്ടി. അപ്പോൾ ആ തേർഡ് പാർട്ടിൻ്റെ അടുത്ത് നമ്മൾ എന്താണ് ഡീറ്റെയിൽ വാങ്ങണം. എക്സ്റ്റേണൽ കൺഫർമേഷൻ മാതിരി ഈ ഒരു ഇൻവെൻട്രീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ തേർഡ് പാർട്ടിൻ്റെ അടുത്ത് നമ്മൾ വാങ്ങണം. എക്സാമ്പിൾ, റിക്വസ്റ്റ് കൺഫർമേഷൻ ഫ്രം എ വെയർ ഹൗസ് അബൌട്ട് ഗുഡ്സ് ദേ ഹോൾഡ് ഓൺ ബിഹാഫ് ഓഫ് എൻറ്റിറ്റി. അപ്പോൾ അവരുടെ വെയർ ഹൗസിൽ നിന്ന് എന്താണ്, അവർ മറ്റൊരു എൻറ്റിറ്റിക്ക് വേണ്ടി ഹോൾഡ് ചെയ്യുന്ന ഗുഡ്സിനെ കുറിച്ചിട്ട് നമ്മൾ കൺഫർമേഷൻ നമ്മൾ എന്താണ് റിക്വസ്റ്റ് ചെയ്യണം ഓഡിറ്റർ. ഓക്കെ. ദെൻ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഫോർ ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിം. അപ്പോൾ ലിറ്റിഗേഷനും ക്ലെയിമിനും എന്ത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, നമ്മളിപ്പോൾ എന്താണ് ഇൻവെൻട്രീൻ്റെ എക്സിസ്റ്റൻസിനും എന്താണ് അതിൻ്റെ കണ്ടീഷനുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ നോക്കി. അതെങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ നോക്കി. ഇനി അടുത്ത വെച്ചാൽ ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിം. ഇതിൻ്റെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈങ് ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിം. രണ്ടാമത് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ലിറ്റിഗേഷനും ക്ലെയിമും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ ഇൻക്വയർ വിത്ത് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ മാനേജ്മെൻറ്റ് അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്വയർ ചെയ്യണം. രണ്ടാമത്തെ വെച്ചാൽ റിവ്യൂ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്. ഇവർ ഈ ഒരു ലിറ്റിഗേഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടാവും, അതിനെന്താണ് അത് നമ്മൾ റിവ്യൂ ചെയ്യണം, അതിൻ്റെ മിനിറ്റ്സ് നമ്മൾ റിവ്യൂ ചെയ്യണം. ദെൻ എന്താണ് റിവ്യൂ ലീഗൽ എക്സ്പെൻസ് അക്കൗണ്ട്. നമ്മൾ ലീഗൽ എക്സ്പെൻസ്, നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ലീഗൽ എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ എന്താണ് റിവ്യൂ ചെയ്യണം. ഓക്കെ. ആസ്ക് മാനേജ്മെൻറ്റ് അബൌട്ട് എനി ഗോയിങ് ഓർ പൊട്ടൻഷ്യൽ ലിറ്റിഗേഷൻ. അപ്പോൾ എന്തെങ്കിലും ലിറ്റിഗേഷൻ ഉണ്ടോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എന്താണ് മാനേജ്മെൻറ്റ് അടുത്ത് നമ്മൾ ചോദിക്കണം. എക്സാമ്പിൾ, ഇഫ് ദർ ആർ എനി ലോ സൂട്ട് പെൻഡിങ് അഗെയിൻസ്റ്റ് ദ കമ്പനി. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് മാനേജ്മെൻറ്റ് അടുത്ത് റിഗാർഡിങ് ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിം. ദെൻ നമ്മൾ എന്താണ് റിവ്യൂ മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് നമ്മൾ റിവ്യൂ ചെയ്യണം. എക്സാമിൻ കമ്പനി മിനിറ്റ്സ് ഫോർ റിഫറൻസ് ടു ലിറ്റിഗേഷൻ ഇൻ ലീഗൽ ഇഷ്യൂസ്. അപ്പോൾ ലീഗൽ ഇഷ്യൂസിൻ്റെ എന്തെങ്കിലും റിഫറൻസ് എന്താണ് മിനിറ്റ്സിലുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് മിനിറ്റ്സ് എക്സാമിൻ ചെയ്യണം. എക്സാമ്പിൾ, ചെക്ക് ഇഫ് ദ ബോർഡ് ഡിസ്കസ്ഡ് പെൻഡിങ് കോർട്ട് കേസസ് ഇൻ ദ മീറ്റിംഗ്. അപ്പോൾ മീറ്റിങ്ങിൽ പെൻഡിങ് കോർട്ട് കേസുകളെ കുറിച്ചിട്ട് ബോർഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് മിനിറ്റ്സ് നോക്കും. മൂന്നാമത്തെ എന്താണ് നമ്മൾ ലീഗൽ എക്സ്പെൻസ് അക്കൗണ്ട് ഉണ്ടോ അത് റിവ്യൂ ചെയ്യണം. ഉണ്ടെങ്കിൽ ചെക്ക് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ലീഗൽ സർവീസസ്. അപ്പോൾ ലീഗൽ സർവീസ് റിലേറ്റഡ് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എന്താണ് അത് ലിറ്റിഗേഷൻ്റെ ഒരു ഭാഗമായിട്ടേ നമുക്ക് വരുള്ളൂ. ലിറ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു നമ്മൾ വക്കീലിനെ കാണുന്നതോ അല്ലെങ്കിൽ കോർട്ടിൽ എന്തെങ്കിലും എക്സ്പെൻസ് വരുന്നതോ ഒക്കെ എന്താണ് ലീഗൽ എക്സ്പെൻസിലാണ് നമ്മൾ ബുക്കിൽ കാണിക്കുക. സോ അങ്ങനത്തെ എക്സ്പെൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കിയിട്ട് വേണം ഈ ഒരു ലീഗൽ സർവീസ് നമ്മൾ എന്തെങ്കിലും ചിലവാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ. എക്സാമ്പിൾ, എക്സാമിൻ ദ അക്കൗണ്ട് ഫോർ ലാർജ് ലീഗൽ ഫീ വിച്ച് മേ ഇൻഡിക്കേറ്റ് ഓൺ ഗോയിങ് ലീഗൽ ഡിസ്പ്യൂട്ട്സ്. അപ്പോൾ ഓൺ ഗോയിങ് ലീഗൽ ഡിസ്പ്യൂട്ട്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ലീഗൽ ചാർജസ് ലാർജ് ലീഗൽ ഫീസ് ഉണ്ടോ എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ഓക്കെ. ദെൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ. അപ്പോൾ നമ്മൾ ആദ്യം ബുക്ക് വെരിഫൈ, ആദ്യം നമ്മൾ മാനേജ്മെൻറ്റ് അടുത്ത് ഇൻക്വയറി നടത്തി, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് വായിച്ചു. ദെൻ നമ്മൾ ലീഗൽ എക്സ്പെൻസ് നമ്മൾ ബുക്കിലുള്ള ലീഗൽ എക്സ്പെൻസ് നമ്മൾ ചെക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താണ് എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ നമ്മൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ, ഇങ്ങനത്തെ ഒരു ലിറ്റിഗേഷൻ അല്ലെങ്കിൽ ക്ലെയിം ഉണ്ട് നമ്മൾ മനസ്സിലാക്കി, അത് കുറച്ചൊരു മെറ്റീരിയൽ ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലിൻ്റെ അടുത്ത് പോയി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ലീഗൽ കൗൺസിൽ അല്ലെങ്കിൽ ഇൻഎബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കൗൺസിൽ ആൻഡ് ഒബ്റ്റെയിൻ റിട്ടേൺ കൺഫർമേഷൻ. അപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങളാണ് ചെയ്യുക. സോ ഫസ്റ്റ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ലീഗൽ കൗൺസിൽ. ഇഫ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് എക്സിസ്റ്റ്, അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സീക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ എൻറ്റിറ്റീസ് എക്സ്റ്റേണൽ കൗൺസിൽ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു ലിറ്റിഗേഷൻ അല്ലെങ്കിൽ ക്ലെയിം എന്താണ് കുറച്ചൊരു മെറ്റീരിയൽ ആണെന്നുള്ള കാര്യം മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആരെടുത്ത്, എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലിൻ്റെ അടുത്ത്, എൻറ്റിറ്റീൻ്റെ. എക്സാമ്പിൾ,
കോൺട്രാക്ട് എ ലോയേഴ്സ് റെപ്രസെൻറ്റിംഗ് ദ കമ്പനി ടു വെരിഫൈ ക്ലെയിംസ് ആൻഡ് സെറ്റിൽമെൻറ്റ്. സോ എന്താണ് നമ്മൾ കോൺടാക്ട് ചെയ്യണം ആരെ? ലോയറിനെ. കമ്പനീൻ്റെ ലീഗൽ ക്ലെയിംസിനും സെറ്റിൽമെൻറ്റിനൊക്കെ വെരിഫൈ ചെയ്യുന്ന റെപ്രസെൻറ്റ് ചെയ്യുന്ന ലോയറിനെ നമ്മൾ എന്ത് ചെയ്യണം? കോൺടാക്ട് ചെയ്യണം. ദെൻ ഇൻഎബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കൗൺസിൽ. അപ്പോൾ നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെന്താണ് ഒരു മെറ്റീരിയൽ ആയുള്ളൊരു ലീഗൽ ആൻഡ് ക്ലെയിമാണുള്ളത്, ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിമാണുള്ളത്. പക്ഷേ നമുക്ക് എന്താണ് ലോയറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ലീഗൽ കൗൺസിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ലീഗൽ കൗൺസിൽ ഈസ് നോട്ട് പോസിബിൾ, അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അയാളെന്താണ് വിദേശത്ത് എവിടെയാണ്, ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ മോഡിഫൈ ദ ഒപ്പീനിയൻ ആസ് പെർ SA 505. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ SA 505 പ്രകാരം നമ്മളുടെ ഒപ്പീനിയൻ നമ്മൾ മോഡിഫൈ ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് ദ ലോയർ റിഫ്യൂസസ് ടു പ്രൊവൈഡ് റിലവൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ലോയറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോയി, അപ്പോൾ ലോയർ എന്താണ് സമ്മതിച്ചില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആണ്, നിങ്ങളോട് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യണം. ദെൻ ദ ഓഡിറ്റർ വിൽ അൾട്ടർ ദെയർ ഒപ്പീനിയൻ. അവരുടെ ഒപ്പീനിയൻ എന്താണ് ഓഡിറ്റർ അൾട്ടർ ചെയ്യും. ദെൻ ഇഫ് ഒബ്റ്റെയിൻ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ, നമ്മളല്ലെങ്കിൽ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ഒബ്റ്റെയിൻ ചെയ്യണം. ആസ്ക് ഫോർ എ കൺഫർമേഷൻ ഫ്രം ദ മാനേജ്മെൻറ്റ് ദാറ്റ് ഓൾ ലിറ്റിഗേഷൻസ് ഓർ ക്ലെയിംസ് ഹാവ് ബീൻ ഡിസ്ക്ലോസ് ടു ദ ഓഡിറ്റർ ആൻഡ് ആർ പ്രോപ്പർലി അക്കൗണ്ടഡ് ഫോർ. അപ്പോൾ നമ്മളിതിന് പുറമെ എന്തും കൂടി വാങ്ങണം? മാനേജ്മെൻറ്റ് ആയിരുന്നു ഒരു റിട്ടേൺ റെപ്രസെൻറ്റേഷൻ വാങ്ങണം. എന്ത്? ബുക്സിൽ അല്ലെങ്കിൽ ഈ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലിറ്റിഗേഷൻസിനെയും ക്ലെയിമിനെയും കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഓഡിറ്ററിന് തന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് എന്ത് വാങ്ങണം? മാനേജ്മെൻറ്റ് ഓഡിറ്ററിന് കൊടുക്കണം റിട്ടേൺ കൺഫർമേഷൻ രീതിയിൽ. എക്സാമ്പിൾ, മാനേജ്മെൻറ്റ് കൺഫേം വെദർ ദേ ഹാവ് ഡിസ്ക്ലോസ്ഡ് ഓൾ ലീഗൽ പ്രൊസീഡിങ്സ് ഇൻ റൈറ്റിംഗ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ലിറ്റിഗേഷൻ ആൻഡ് പെൻഡിങ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നടത്തേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബുക്സ് വെരിഫൈ ചെയ്യുക. ദെൻ അതേമാതിരി തന്നെ നമ്മളെന്താണ് ഈ മാനേജ്മെൻറ്റ് അടുത്ത് പോയിട്ട് ഇൻക്വയറി നടത്തുക. അതേമാതിരി തന്നെ ലീഗൽ എക്സ്പെൻസ് നമ്മൾ വെരിഫൈ ചെയ്യുക, മിനിറ്റ്സ് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലിൻ്റെ അടുത്ത് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആദ്യം ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി അത് പറ്റുന്നില്ല, അതിന് പല തടസ്സങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒപ്പീനിയൻ നമ്മൾ മോഡിഫൈ ചെയ്യണം. അതിന് പുറമെ മാനേജ്മെൻറ്റ് നമ്മൾ എന്ത് വാങ്ങണം? ഒരു റിട്ടേൺ റെപ്രസെൻറ്റേഷൻ വാങ്ങണം. എല്ലാ ലീഗൽ ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസിനെ കുറിച്ചിട്ടും അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്താണ് റിട്ടേൺ റെപ്രസെൻറ്റേഷൻ എഴുതി വാങ്ങണം. ഓക്കെ, ദെൻ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഫോർ സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ. സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ എന്ത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സാണ് വേണ്ടത്? സോ സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷേഴ്സ്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് മെത്തേഡ്സ് ഓഫ് സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ. സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ്റെ മെത്തേഡ് ഫസ്റ്റ് മനസ്സിലാക്കണം. ദ ഓഡിറ്റർ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ മെത്തേഡ് യൂസ്ഡ് ബൈ മാനേജ്മെൻറ്റ് ഡിറ്റർമൈൻ സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ. ഇപ്പോൾ സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് എന്ത് മെത്തേഡ്സ് ആണോ യൂസ് ചെയ്തിട്ടുള്ളത് അതെന്താണ് ഓഡിറ്റർ മനസ്സിലാക്കണം. എക്സാമ്പിൾ, ഡിറ്റർമൈൻ ഹൗ ദ കമ്പനി ക്ലാസിഫൈസ് ആൻഡ് റിപ്പോർട്ട് സെഗ്മെൻറ്റ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് ഈ ഒരു സെഗ്മെൻറ്റ്സിനെ ക്ലാസിഫൈയും അതേമാതിരി റിപ്പോർട്ടും ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്താണ് കമ്പനി ഡിറ്റർമൈൻ ചെയ്യണം, മനസ്സിലാക്കണം, ഓഡിറ്റർ മനസ്സിലാക്കണം. ദെൻ പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. അതിനുശേഷം എന്താണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം. അനലൈസ് സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ ടു എൻഷ്യൂർ ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് കറക്റ്റ്ലി അക്കോർഡിംഗ് ടു ദ അപ്ലിക്കബിൾ FRF. അപ്പോൾ അപ്ലിക്കബിൾ FRFിൻ്റെ ബേസിൽ എന്താണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ ബുക്സിൽ പ്രസൻറ്റും അതേമാതിരി തന്നെ ഡിസ്ക്ലോസും ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആയിട്ടാണോ, അപ്ലിക്കബിൾ FRFിൻ്റെ ബേസിലാണോ എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെ ബേസിൽ അനലൈസ് ചെയ്യണം. എക്സാമ്പിൾ, യൂസ് റേഷ്യോ അനാലിസിസ് ടു വെരിഫൈ സെഗ്മെൻറ്റ് റവന്യൂ ഫിഗേഴ്സ് അലൈൻ വിത്ത് ദ ഓവറോൾ കമ്പനി പെർഫോമൻസ്. ഓക്കെ, സോ അപ്പോൾ ഇതാണെന്ത് SA 501. 3 കാര്യങ്ങളാണിത് പറയുന്നത് മെയിനായിട്ട്. ഒന്ന് എന്താണ് ഇൻവെൻട്രി, രണ്ടാമത് എന്താണ് ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിംസ്, ആൻഡ് നാലാമത്തത് സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യൽ, അതിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് വേണ്ടത്, ഈ കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു SA 501 ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത സ്റ്റാൻഡേർഡാണ് നോക്കാൻ പോകുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് SA 501 നമ്മൾ കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കി. ഓഡിറ്റ് എവിഡൻസ്, സ്പെസിഫിക് കൺസിഡറേഷൻ ഫോർ സെലക്റ്റഡ് ഐറ്റംസ്. ഇനി നെക്സ്റ്റ് SA ആണ് SA 505 എക്സ്റ്റേണൽ കൺഫർമേഷൻ. ഓക്കെ, എക്സ്റ്റേണൽ കൺഫർമേഷൻ്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. SA 505 ഡീൽസ് വിത്ത് ദ ഓഡിറ്റേഴ്സ് യൂസ് ഓഫ് എക്സ്റ്റേണൽ കൺഫർമേഷൻ പ്രൊസീജിയേഴ്സ് ടു ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ്. അപ്പോൾ എന്താണ് എക്സ്റ്റേണൽ കൺഫർമേഷൻ പ്രൊസീജിയർ? ഇതൊരു പ്രൊസീജിയറാണ്. നമ്മൾ ഇത്രയും നേരം എന്താണ് ഓഡിറ്റ് എവിഡൻസ് പറയുമ്പോഴും അതേമാതിരി തന്നെ SA 505 പറയുമ്പോഴൊക്കെ എന്താണ് അതിൽ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഓഡിറ്റ് എവിഡൻസ് എന്താണ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സാണ് പറഞ്ഞത്. ഇത് തന്നെ എന്താണ് ഇത് അങ്ങനത്തെ ഒരു എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണിത് എക്സ്റ്റേണൽ കൺഫർമേഷൻ. സോ ഒരു പ്രൊസീജിയർ, ഒരു ഓഡിറ്റ് പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ് SA 505 പറയുന്നത് റിലേറ്റഡ് ടു ഓഡിറ്റ് എവിഡൻസ്. SA 500 എന്ന് വെച്ചാൽ എന്താണ് ഓഡിറ്റ് എവിഡൻസ് ആണ്. SA 501 എന്താണ് ഓഡിറ്റ് എവിഡൻസ് ആണ്, പക്ഷേ ഫോർ സെലക്റ്റഡ് ഐറ്റം, ചില ഐറ്റത്തിന് വേണ്ടിയുള്ള ഓഡിറ്റ് എവിഡൻസ് മാത്രം. അതെങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യം. ഇതിലെന്താ പറഞ്ഞത് SA 505 എന്ന് വെച്ചാൽ ഈ ഓഡിറ്റ് എവിഡൻസുകൾ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു ഓഡിറ്റ് പ്രൊസീജിയറാണ് SA 505. ആ SA 505 പറഞ്ഞ ഓഡിറ്റ് പ്രൊസീജിയറാണിത് എക്സ്റ്റേണൽ കൺഫർമേഷൻ. സോ ഡീൽസ് വിത്ത് ഓഡിറ്റേഴ്സ് യൂസ് ഓഫ് എക്സ്റ്റേണൽ കൺഫർമേഷൻ പ്രൊസീജിയേഴ്സ് ടു ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ്. External confirmation involves sending request to third parties to confirm specific information related to the audit. അപ്പോൾ എന്താണ് തേർഡ് പാർട്ടീസിന് എന്താണ് ഈ ഒരു എക്സ്റ്റേണൽ കൺഫർമേഷൻ റിക്വസ്റ്റ് അയച്ചിട്ട് ചില ഇൻഫർമേഷൻസ്, സ്പെസിഫിക് ഇൻഫർമേഷൻസ് എന്താണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓഡിറ്റർ. ഈ ഒരു SA 505 പ്രകാരം എന്താണ് ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്? ടു ഡിസൈൻ ആൻഡ് പെർഫോം എക്സ്റ്റേണൽ കൺഫർമേഷൻ. എക്സ്റ്റേണൽ കൺഫർമേഷൻ പ്രൊസീജിയേഴ്സ് എന്താണ് ഡിസൈനും പെർഫോമും ചെയ്യലാണ് ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് അക്കോർഡിംഗ് ടു SA 505. എന്തിനു വേണ്ടിയിട്ട്? ടു ഒബ്റ്റെയിൻ റിലവൻറ്റ് ആൻഡ് റിലയബിൾ ഓഡിറ്റ് എവിഡൻസ്. റിലവൻറ്റും റിലയബിൾ ആയിട്ട് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്റ്റേണൽ കൺഫർമേഷൻ പ്രൊസീജിയർ. എങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ കൺഫർമേഷൻ പ്രൊസീജിയർ ഉള്ളത്? എന്തൊക്കെ പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞൊരു ഓഡിറ്റ് പ്രൊസീജിയറാണെന്ത് എക്സ്റ്റേണൽ കൺഫർമേഷൻ. എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഈ ഒരു എക്സ്റ്റേണൽ കൺഫർമേഷനിൽ വരുന്നത്? അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് വെച്ചാൽ ഡിറ്റർമൈൻ ഇൻഫർമേഷൻ. നമ്മൾ എന്ത് ഇൻഫർമേഷനാണ് നമുക്ക് കൺഫേം ചെയ്യാനുള്ളത്? നമ്മൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി, നമ്മൾ പറഞ്ഞ് എന്താണ് ഒരു റിസീവബിൾ എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരാളെടുത്ത് നമ്മളെന്താണ് ആ ഒരു 5000 രൂപയാണ് അയാളുടെ ബാലൻസ്. ജസ്റ്റ് ആ ചെറിയ എമൗണ്ട് പറയാം, 5000 രൂപയാണ് നമ്മളെ ബുക്സിലുള്ള ബാലൻസ്. നമുക്ക് എന്ത് വേണം? ഈ 5000 തന്നെയാണോ ആക്ച്വലി അയാളുടെ ബാലൻസ് എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ചെയ്യണം. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. എക്സ്റ്റേണൽ കൺഫർമേഷനോട് നമുക്ക് വേണ്ടത് അതാണ്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കി നമുക്ക് കൺഫേം ചെയ്യേണ്ട ഇൻഫർമേഷൻ എന്താണ്? ഇതാണ് XYZ എക്സ് ലിമിറ്റഡിൻ്റെ ബാലൻസ് 5000 തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യണം. സോ ഐഡൻറ്റിഫൈ ദ ഡീറ്റെയിൽസ് ടു ബി കൺഫേം. നമ്മൾ കൺഫേം ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എക്സാമ്പിൾ അക്കൗണ്ട്സ് ബാലൻസ് ഓർ ടേംസ് ഓഫ് എഗ്രിമെൻറ്റ്സ്. എക്സാമ്പിൾ റിക്വസ്റ്റിംഗ് കൺഫർമേഷൻ ഓഫ് എ റിസീവബിൾ ബാലൻസ് ഫ്രം എ കസ്റ്റമർ. അതാണ് നമ്മൾ പറഞ്ഞത് എക്സ് ലിമിറ്റഡിൻ്റെ 5000 ഒരു റിസീവബിൾ ബാലൻസ്. ദെൻ സെലക്ട് കൺഫേമിംഗ് പാർട്ടി. അപ്പോൾ നമ്മളിത് ആരെടുത്താണ് ഈ ഒരു സാധനം കൺഫേം ചെയ്യുക? നമുക്കിത് കൺഫേം ചെയ്യണം. എന്ത്? ഈ എക്സ് ലിമിറ്റഡിൻ്റെ ബാലൻസ് 5000 തന്നെയാണ് എന്നുള്ള കാര്യം കൺഫേം ചെയ്യണം. നമ്മൾ ആരെടുത്താണ് കൺഫേം ചെയ്യുക? നമുക്ക് ആരുടെ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ? എക്സ് ലിമിറ്റഡിൻ്റെ അടുത്തേ നമുക്ക് വിളിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ ബാലൻസ് ഇത് തന്നെയല്ലേ, നിങ്ങളുടെ ബുക്സ് ഞങ്ങളുടെ ബാലൻസ് 5000 ആണെങ്കിൽ നിങ്ങളുടെ ബാലൻസ് ഇവിടെ 5000 ആയിരിക്കും. സോ നമുക്ക് അങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, രണ്ടാമത് ചെയ്യേണ്ടത് വെച്ചാൽ സെലക്ടിങ് കൺഫേമിംഗ് പാർട്ടി. ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് തേർഡ് പാർട്ടി ഫോർ കൺഫർമേഷൻ. എക്സാമ്പിൾ സപ്ലൈ ഓർ ബാങ്കർ. അപ്പോൾ നമ്മൾ ഈ ഒരു തേർഡ് പാർട്ടി നമ്മൾ എന്താണ് ചൂസ് ചെയ്യുക. എക്സാമ്പിൾ സെലക്ടിങ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടു കൺഫേം സെയിൽസ് ഇൻവോയ്സ്. അതിനുശേഷം എന്താണ് ഡിസൈൻ റിക്വസ്റ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ആദ്യം ഇതാണ് നമ്മൾ ഇൻഫർമേഷൻ, നമ്മൾ കൺഫേം ചെയ്യേണ്ട ഇൻഫർമേഷൻ ഇതാണ്. ദെൻ എന്താണ് കൺഫേം ചെയ്യേണ്ട പാർട്ടി ഇതാണ്, മനസ്സിലായി. ഇനി നമ്മൾ എന്താണ് ഈ കൺഫർമേഷൻ റിക്വസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഡിസൈൻ ചെയ്യണം. നമ്മളൊരു എഴുതിയിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലാണ് കൊടുക്കേണ്ടത്. സോ നമ്മൾ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ നമ്മളെന്താണ് കൺഫർമേഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുക. ഇന്ന കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, ഈ സാധനമാണ് കൺഫേം ചെയ്യേണ്ടത് നമ്മൾ ഡിസൈൻ ചെയ്യുക. ഡ്രാഫ്റ്റ് ക്ലിയർ ആൻഡ് സ്പെസിഫിക് കൺഫർമേഷൻ റിക്വസ്റ്റ്. ഒരു സ്പെസിഫിക് കൺഫർമേഷൻ റിക്വസ്റ്റ് നമ്മളെന്താണ് ഡ്രാഫ്റ്റ് ചെയ്യുക.
അതും ക്ലിയർ ആയിട്ട് തന്നെ വേണം. എക്സാമ്പിൾ, ക്ലിയർലി സ്റ്റേറ്റ് ദ എമൗണ്ട് ആൻഡ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇൻ ദ കൺഫർമേഷൻ ലെറ്റർ. അപ്പോൾ എമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എഴുതിയിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്ത്. ഇനി അടുത്തതാ ചെയ്യേണ്ടത്, സെൻഡ് ആൻഡ് ഫോളോ അപ്പ്. നമ്മൾ ഈ ഒരു സാധനം ഇയാൾക്ക് അയച്ചു കൊടുക്കുക, ഈ ഒരു കൺഫർമേഷൻ അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇയാൾ റിപ്ലൈ തരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളെന്താണ്, നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. സോ സെൻഡ് ആൻഡ് ഫോളോ അപ്പ്. സെൻഡ് ദ റിക്വസ്റ്റ് ആൻഡ് പെർഫോം ഫോളോ അപ്പ് ഇഫ് നോ റെസ്പോണ്ട് ഈസ് റിസീവ്ഡ്. അപ്പോൾ നമ്മൾ അയച്ചു കൊടുത്ത് ഇനി ഒന്നും തിരിച്ച് കിട്ടിയില്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരെ വിളിച്ചു ചോദിക്കണം, നിങ്ങൾക്ക് സാധനം കിട്ടിയില്ല, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ തരണം എന്നുള്ള കാര്യം നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. എക്സാമ്പിൾ, സെൻഡിങ് റിമൈൻഡേഴ്സ് ടു ദ ബാങ്ക് ഇഫ് ബാലൻസ് കൺഫർമേഷൻ ഈസ് നോട്ട് റിസീവബിൾ. ഓക്കെ, സോ ഇതാണ് എക്സ്റ്റേണൽ കൺഫർമേഷൻ്റെ പ്രൊസീജിയേഴ്സായിട്ട് വരുന്നത്. ഫസ്റ്റ് എന്താണ്, നമ്മൾ എന്ത് ഇൻഫർമേഷനാണോ വേണ്ടതെന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യുക, ഏത് പാർട്ടീൻ്റെ അടുത്താണോ കൺഫേം ചെയ്യേണ്ടതെന്നുള്ള കാര്യം സെലക്ട് ചെയ്യുക, കൺഫർമേഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുക, അത് അയച്ചു കൊടുത്തിട്ട് അത് ഫോളോ അപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ 4 കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, മാനേജ്മെൻറ്റ്സ് റിഫ്യൂസൽ ടു അലൗ കൺഫർമേഷൻ റിക്വസ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഈ ഒരു എക്സ് ലിമിറ്റഡ് ഇയാളുടെ ഈ 5000 ബാലൻസ് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, ഞങ്ങൾക്കത് കൺഫേം ചെയ്യണം. മാനേജ്മെൻറ്റിനോട് പറഞ്ഞു. മാനേജ്മെൻറ്റ് പറഞ്ഞു ഇത് ഞങ്ങളുടെ ഒരു മേജർ പാർട്ടിയാണ്, ഇയാളെ അടുത്ത് വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, ഇയാൾ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇയാൾ ഈ ഒരു സമയത്ത് വളരെ തിരക്കിലും ഭയങ്കര ഒരു ഇഷ്യൂസിലാണുള്ളത്, സോ അയാളെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യാം, പക്ഷേ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് മാനേജ്മെൻറ്റ് നമ്മളോട് പറഞ്ഞു. ഇങ്ങനെ മാനേജ്മെൻറ്റ് എന്താണ്, ഈ ഒരു കൺഫർമേഷൻ റിക്വസ്റ്റ് റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഓഡിറ്റർ ചെയ്യേണ്ടത്, അതാണ് ഇവിടെ പറഞ്ഞത്. സോ ഫസ്റ്റ് വൺ, സ്റ്റെപ്സ് ഫോർ ഹാൻഡ്ലിങ് റിഫ്യൂസൽ. അപ്പോൾ ഈ ഒരു റിഫ്യൂസൽ ഹാൻഡിൽ ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്സ് ആണുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇൻക്വയർ അബൌട്ട് റിഫ്യൂസൽ. നമ്മൾ ചോദിക്കണം, എന്തിനാണ് ഞങ്ങൾ തടയുന്നത്? ജസ്റ്റ് ഒരു സാധനം വിളിച്ച് ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയച്ചിട്ട് റിപ്ലൈ തരാനേ ഉള്ളൂ, എന്തിന് ഞങ്ങളെങ്ങനെ തടയണതിന്, അതിനൊരു പ്രോപ്പർ റീസൺ ഞങ്ങൾക്ക് പറയണമെന്ന് പറഞ്ഞു. ആസ്ക് മാനേജ്മെൻറ്റ് ഫോർ റീസൺസ് ആൻഡ് ഇവാലുവേറ്റ് ദെയർ വാലിഡിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് അടുത്ത് എന്തുകൊണ്ടാണ് നമ്മളെ തടയുന്നത് എന്നുള്ളതിൻ്റെ റീസൺ ചോദിക്കണം. അതെന്താണ്, അതിൻ്റെ ഒരു വാലിഡിറ്റി, ആ റീസണിൻ്റെ വാലിഡിറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്റർ ഇവാലുവേറ്റും ചെയ്യണം. എക്സാമ്പിൾ, മാനേജ്മെൻറ്റ് ക്ലെയിംസ് കോൺഫിഡൻഷ്യാലിറ്റി ഫോർ സെർട്ടൈൻ കോൺട്രാക്ട്. അപ്പോൾ ചില കോൺട്രാക്ട് നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടാവും, അപ്പോൾ അതാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്, തടയുന്നത് എന്നുള്ള കാര്യം. ഇവാലുവേറ്റ് റിസ്ക്. അസസ് ഇംപ്ലിക്കേഷൻസ് ഓഫ് റിഫ്യൂസൽ ഓൺ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫ്രോഡ്. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം, ഇപ്പോൾ മാനേജ്മെൻറ്റ് നമ്മൾ റിഫ്യൂസ് ചെയ്തു, ആ റിഫ്യൂസ് ചെയ്തത് എന്താണ്, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റിന് കാരണമാവും, അതിന് റിസ്ക് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇവരെന്തെങ്കിലും ഫ്രോഡ് പരിപാടി ചെയ്യുകയാണോ, എന്തെങ്കിലും ഫ്രോഡ് കോൺട്രാക്റ്റ് ആണുള്ളത്, സോ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ റിഫ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, സോ എക്സാമ്പിൾ, റിഫ്യൂസൽ മേ ഇൻക്രീസ് ഫ്രോഡ് റിസ്ക് ഇഫ് മാനേജ്മെൻറ്റ് ഈസ് ഹൈഡിങ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പോൾ എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഒരു ഫ്രോഡ് ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. സോ ആ കാര്യം എന്താണ്, ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ പെർഫോം അൾട്ടർനേറ്റീവ്. ഇനി എന്താണ്, ഇവർ സമ്മതിച്ചില്ല, നമ്മളെ ഈ ഒരു കൺഫർമേഷൻ റിക്വസ്റ്റ് അയക്കാൻ മാനേജ്മെൻറ്റ് സമ്മതിച്ചതേ ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയർ നമ്മൾ പെർഫോം ചെയ്യണം. യൂസ് അൾട്ടർനേറ്റീവ് പ്രൊസീജിയേഴ്സ് ടു ഗ്യാദർ എവിഡൻസ്. അപ്പോൾ ഈ ഒരു എവിഡൻസ് ഗ്യാദർ ചെയ്യാൻ നമ്മൾ അൾട്ടർനേറ്റീവ് പ്രൊസീജിയർ നമ്മൾ യൂസ് ചെയ്യണം. എക്സാമ്പിൾ, ക്രോസ് വെരിഫൈയിങ് കസ്റ്റമർ ട്രാൻസാക്ഷൻ യൂസിങ് ഇൻവോയ്സ് ആൻഡ് റിസീറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കൺഫർമേഷൻ. അപ്പോൾ നമ്മൾ ഇൻവോയ്സും അതേമാതിരി റിസീറ്റ്സും നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്തിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ നോക്കുക, അതിൻ്റെ ഒരു വാലിഡിറ്റി നമ്മൾ നോക്കുക, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് കൺഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു റിഫ്യൂസലിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുള്ള സ്റ്റെപ്പുകളാണിത്. ഫസ്റ്റ് നമ്മൾ എന്തിനാണ് ആ റിഫ്യൂസൽ എന്ന് ചോദിക്കുക, എന്നിട്ട് ആ റിഫ്യൂസൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അതിനെന്തെങ്കിലും ഫ്രോഡ് റിസ്ക് ഫാക്ടർ വരുന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യുക. ഇനി ഒരു കുഴപ്പമില്ല, അവർ ആ റീസൺ എന്താണ്, ജെന്യുവിൻ ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് പ്രൊസീജിയർ നമ്മൾ പെർഫോം ചെയ്യണം. ദെൻ ഇപ്പോൾ എന്താണ്, ഈ മാനേജ്മെൻറ്റ് നടത്തിയുള്ള റിഫ്യൂസൽ എന്താണ്, അത് റീസണബിൾ ആണെങ്കിലാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്തിട്ട് എന്താണ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുക. പക്ഷേ അത് അൺറീസണബിൾ ആണെങ്കിൽ, ഈ റിഫ്യൂസൽ എന്താണ് അൺറീസണബിൾ ആണെങ്കിൽ എന്താണ് ഓഡിറ്റർ ചെയ്യേണ്ടത്? 2 കാര്യമാണ് ഓഡിറ്റർ ചെയ്യേണ്ടത്. ഒന്നെന്ന് വെച്ചാൽ
TCWൻ്റെ അടുത്ത് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഈ ഒരു മാറ്റർ. ഇങ്ങനത്തെ ഒരു മാറ്റർ ഉണ്ട്, ഇവർ സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് TCWൻ്റെ അടുത്ത് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ കൺസിഡർ ദ ഇമ്പാക്റ്റ് ഓൺ ദ ഓഡിറ്റ് ആൻഡ് ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ. അത് ഓഡിറ്റിനെയും ഓഡിറ്റേഴ്സ് ഒപ്പീനിയനെയും എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ഒപ്പീനിയൻ ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ TCWൻ്റെ രീതിയിലാണെങ്കിൽ TCW എന്താണ് പറഞ്ഞ് അത് കുഴപ്പമില്ല നിങ്ങൾക്ക് കൺഫേം ചെയ്യാം, ഞാൻ എഗ്രി ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, TCW പറയുകയാണ് അത് ഇഷ്യൂ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളെന്താണ് പെർഫോം നമ്മുടെ ഓഡിറ്റ് പ്രകാരം നമ്മളെന്താണ് കൺഫർമേഷൻ പെർഫോം ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് അവർ പറയുകയാണ് ഇതിന് ഇങ്ങനത്തെ ഒരു കാരണമുണ്ട് അതുകൊണ്ടാണ് ചെയ്യാത്തത്, പ്ലീസ് മനസ്സിലാക്കണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആൾട്ടർനേറ്റീവ് പ്രൊസീജിയർ ചെയ്യുക. സോ അത് ഓഡിറ്റിന് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് അതേമാതിരി തന്നെ ഓഡിറ്റ് പ്രൊസീജിയർ എന്താണ് അതിന് അക്കോർഡിംഗ് ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യണം. ഓക്കെ, ദെൻ റിലയബിലിറ്റി ഓഫ് റെസ്പോൺസ്. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടീൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ റെസ്പോൺസ് വാങ്ങുന്നത്. അത് അതിൻ്റെ റിലയബിലിറ്റി നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ നോക്കുന്നത്. സോ റിലയബിലിറ്റി ഓഫ് റെസ്പോൺസസ്. ഫസ്റ്റ് വൺ സ്റ്റെപ്സ് ഇഫ് റെസ്പോൺസ് ഇസ് ഡൗട്ട്ഫുൾ. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയ റെസ്പോൺസ് അതൊരു സംശയമുള്ളൊരു റെസ്പോൺസാണ്, നമുക്ക് ഉറപ്പില്ല അതിനെക്കുറിച്ച്, അത് റിലയബിൾ ആണോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. ആ സിറ്റുവേഷൻ ഒബ്റ്റെയിൻ ഫർദർ എവിഡൻസ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ റെസ്പോൺസ് എന്താണ് ഡൗട്ട്ഫുൾ ആണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് ഒബ്റ്റെയിൻ ഫർദർ എവിഡൻസ് ഇഫ് ദർ ഇസ് എ ഡൗട്ട് അബൌട്ട് ദ റെസ്പോൺസ് റിലയബിലിറ്റി. അപ്പോൾ റെസ്പോൺസ് റിലയബിലിറ്റിനെ കുറിച്ച് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫർദർ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം ആ ഒരു മാറ്ററിനെ കുറിച്ചിട്ട്. ദെൻ ഇവാലുവേറ്റ് ദ ഇമ്പാക്റ്റ് ഓൺ ദ അസസ്മെൻറ്റ് ഓഫ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ദ റെസ്പോൺസ് ഇസ് അൺറിലയബിൾ. അപ്പോൾ റെസ്പോൺസ് അൺറിലയബിൾ ആണെങ്കിൽ ആ ഒരു മാറ്റർ ആ ഒരു ഇൻഫർമേഷനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് അത് എന്ത് ചെയ്യണം ഓഡിറ്റർ അസസ് ചെയ്യണം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഓൺ ദ അസസ്മെൻറ്റ് ഓഫ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ദ റെസ്പോൺസ് ഇസ് അൺറിലയബിൾ. എക്സാമ്പിൾ, ഇഫ് എ ബാങ്ക് കൺഫർമേഷൻ ലെറ്റർ ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ എൻറ്റിറ്റീസ് റെക്കോർഡ് ദ ഓഡിറ്റർ മേ റീഅസസ് ദ ഫ്രോഡ് റിസ്ക്. അപ്പോൾ എന്താണ് ഒരു ബാങ്ക് നമുക്കൊരു റെസ്പോൺസ് തന്നു, ഒരു ലെറ്ററായിട്ട് റെസ്പോൺസ് തന്നു, പക്ഷേ ആ ലെറ്ററിലുള്ള എമൗണ്ടും നമ്മളുടെ എൻറ്റിറ്റിയുടെ റെക്കോർഡ്സിൽ നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് ഉണ്ട്. ആ സിറ്റുവേഷനിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ആ ഒരു ഫ്രോഡ് റിസ്കിനെ റീഅസസ് ചെയ്യണം. ഓക്കെ, ദെൻ നോൺ റെസ്പോൺസേ തന്നില്ല, നമുക്ക് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല, അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഓഡിറ്റർ പെർഫോം ആൾട്ടർനേറ്റീവ് പ്രൊസീജിയേഴ്സ് ടു ഗ്യാദർ എവിഡൻസ്. അപ്പോൾ നമ്മൾ അയാൾക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു, അയാൾ റെസ്പോൺസ് തന്നില്ല, അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം ആൾട്ടർനേറ്റീവ് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് എവിഡൻസ് ഗ്യാദർ ചെയ്യണം. എക്സാമ്പിൾ, വെരിഫൈങ് സപ്ലയർ ബാലൻസ് ത്രൂ പർച്ചേസ് ഓർഡർ ആൻഡ് പേയ്മെൻറ്റ്സ് ഇഫ് നോ റെസ്പോൺസ് ഇസ് റിസീവ്ഡ് ഫ്രം സപ്ലയർ. അപ്പോൾ പർച്ചേസ് ഓർഡറും അതേമാതിരി തന്നെ നമ്മൾ അവർക്ക് കൊടുത്ത പേയ്മെൻറ്റിൻ്റെ ഒക്കെ ബേസിൽ എന്നുവെച്ചാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് വെരിഫൈ ചെയ്യണം. സപ്ലയർ നമുക്കൊരു റെസ്പോൺസും തന്നിട്ടില്ലെങ്കിൽ നോ റെസ്പോൺസ് റിസീവ്ഡ്. ദെൻ പോസിറ്റീവ് കൺഫർമേഷൻ. എന്താണ് ഒരു പോസിറ്റീവ് കൺഫർമേഷൻ? ഇഫ് എ പോസിറ്റീവ് കൺഫർമേഷൻ റെസ്പോൺസ് ഇസ് റിക്വയർഡ് ആൻഡ് നോട്ട് റിസീവ്ഡ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പോസിറ്റീവ് കൺഫർമേഷൻ എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. പോസിറ്റീവ് കൺഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ എക്സ് ലിമിറ്റഡ് 5000 രൂപ നമ്മൾ കൺഫേം ചെയ്യേണ്ട മാറ്റർ, നമ്മൾ കൺഫേം ചെയ്യേണ്ട പാർട്ടി എക്സ് ലിമിറ്റഡ്, നമ്മൾ എന്താണ് കൺഫർമേഷൻ ഡിസൈൻ ചെയ്തു, അവർക്ക് അയച്ചു കേട്ടു, നമ്മൾ ഫീഡ്ബാക്ക് നോക്കി. 5000 പോട്ടെ, നമുക്ക് ഇനി റിയലിസ്റ്റിക് ആവാം. 50 ലക്ഷമാണ് ഇയാളെ ബാലൻസ് ആയിട്ട് കിടക്കുന്നത്. വളരെ ഏറ്റവും ഹ്യൂജ് ബാലൻസാണ് 50 ലക്ഷം. ഓക്കെ, 50 ലക്ഷം ഒരാളുടെ മാത്രമായിട്ട് ബാലൻസ് ആയിട്ട് കിടക്കുകയാണ് നമ്മളെ ബുക്കിൽ. സോ നമ്മൾ കൺഫേം ചെയ്യണം ഈ ബാലൻസ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം. നമ്മളെന്താണ് കൺഫർമേഷൻ റിക്വസ്റ്റ് ഡിസൈൻ ചെയ്തു, എന്നിട്ട് അയാൾക്ക് അയച്ചു കൊടുത്തു. ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അയാൾ എന്തായാലും കൺഫേം ചെയ്യേണ്ടതല്ല, ഇത് അത്രയും ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ടാണ് ഈ ഒരു 50 lakhs. സോ ഇയാൾ എന്തായാലും ഇത് കൺഫേം ചെയ്യണം. ഇത് കറക്റ്റ് ആണെങ്കിലും കറക്റ്റ് അല്ലെങ്കിലും എക്സ് ലിമിറ്റഡ് കൺഫേം ചെയ്യേണ്ട കാര്യമാണ് ഈ ഒരു 50 ലക്ഷത്തിനെ കുറിച്ചിട്ട്. നമുക്കത് എന്തായാലും വേണം, ആ ഒരു എവിഡൻസ് നമുക്ക് നിർബന്ധമാണ്. ഇതിനെയാണ് പോസിറ്റീവ് കൺഫർമേഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ എന്തായാലും ഇപ്പോൾ ഇത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്താണ് ഇയാളത് കൺഫേം ചെയ്യണം. അത് നമുക്ക് ആവശ്യമാണ്, ഓഡിറ്റിനത് ആവശ്യമാണ്. ഇതിനാണ് എന്ത് പറയുക പോസിറ്റീവ് കൺഫർമേഷൻ. ഇഫ് എ പോസിറ്റീവ് കൺഫർമേഷൻ റെസ്പോൺസ് ഇസ് റിക്വയർഡ്. ഇങ്ങനത്തെ ഒരു കൺഫർമേഷൻ എന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് നെഗറ്റീവ് ആണെങ്കിലും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ചില കൺഫർമേഷൻ നമ്മൾ ചോദിക്കുന്ന ഡാറ്റ ഓക്കെ അതിൽ പ്രശ്നമില്ലെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അയാൾ നമുക്ക് റെസ്പോൺസ് തരണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ
അത് കിട്ടിയിട്ടില്ലെങ്കിൽ നോട്ട് റിസീവ്ഡ്, ദ ഓഡിറ്റർ ഷുഡ് ഇവാലുവേറ്റ് ദ ഇംപ്ലിക്കേഷൻ ഓൺ ദ ഓഡിറ്റ് ആൻഡ് ഒപ്പീനിയൻ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റിനെയും അതേപോലെ തന്നെ നമ്മുടെ ഓഡിറ്റ് ഒപ്പീനിയനെയും അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യണം. എക്സാമ്പിൾ ഇഫ് എ ഡെറ്റർ ഡസ് നോട്ട് കൺഫേം എ സിഗ്നിഫിക്കൻറ്റ് റിസീവബിൾ, ഒരു സിഗ്നിഫിക്കൻറ്റ് റിസീവബിൾ എന്നാണ് ഡെറ്റർ കൺഫേം ചെയ്തിട്ടില്ല, ദ ഓഡിറ്റർ മേ കൺസിഡർ ദ റിസീവബിൾ ആസ് ഡൗട്ട്ഫുൾ. ആ ഒരു റിസീവബിളിന് ഓഡിറ്റർ എന്താണ്? ഡൗട്ട്ഫുൾ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ദെൻ എക്സെപ്ഷൻസ്. എക്സെപ്ഷൻ എന്താ പറയുന്നത് വെച്ചാൽ ഇൻവെസ്റ്റിഗേറ്റ് എനി എക്സെപ്ഷൻസ് ഇൻ കൺഫർമേഷൻ റെസ്പോൺസ് ടു ചെക്ക് ഇഫ് ദേ ഇൻഡിക്കേറ്റ് എ മിസ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് എക്സെപ്ഷൻ എന്താ ഉദ്ദേശിച്ചാൽ നമ്മൾ എക്സ് ലിമിറ്റഡ് 50 ലക്ഷം നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടിയായ എക്സ് ലിമിറ്റഡിനോട് നമ്മൾ ചോദിച്ചു. ഇയാൾ പറഞ്ഞു തെറ്റാണ്, ഈ ഒരു എമൗണ്ട് തെറ്റാണ്, 50 ലക്ഷമില്ല, ആകെ 5 ലക്ഷം മാത്രമാണ് ഞങ്ങളെ ബുക്കിൽ ഇവരെ ബാലൻസ് ഉള്ളൂ എന്ന് ഇയാൾ പറഞ്ഞു. എക്സെപ്ഷണൽ റിപ്പോർട്ട് അയാൾ തന്നു. ഈ ഒരു സിറ്റുവേഷനിൽ ഓഡിറ്റർ എന്താ ചെയ്യേണ്ടത്? ഓഡിറ്റർ ഇതിനെക്കുറിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഈ ഒരു സാധനം മനസ്സിലാക്കണം ഓഡിറ്റർ. ഈ ഒരു 50 ലക്ഷവും 5 ലക്ഷം തമ്മിലുള്ള ഒരു വേരിയേഷൻ വന്നത് ഒന്നെങ്കിൽ ഇനി എറർ കൊണ്ടാണോ, അല്ലെങ്കിൽ അതൊരു ഫ്രോഡാണോ, ഇൻറ്റൻഷനലായിട്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ അൺഇൻറ്റൻഷനലായിട്ട് എറർ വന്നതാണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഓഡിറ്റർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. സോ ഇൻവെസ്റ്റിഗേറ്റ് എനി എക്സെപ്ഷൻ ഇൻ കൺഫർമേഷൻ റിക്വസ്റ്റ് ടു ചെക്ക് ഇഫ് ദേ ഇൻഡിക്കേറ്റ് എ മിസ്റ്റേറ്റ്മെൻറ്റ്. എക്സാമ്പിൾ എ കസ്റ്റമർ ഡിസ്പ്യൂട്ട് ദ റിസീവബിൾ എമൗണ്ട്. കസ്റ്റമർ എന്താണ് പറഞ്ഞു? ഡിസ്പ്യൂട്ട് ചെയ്ത് റിസീവബിൾ എമൗണ്ട് ഇതല്ല, 50 ലക്ഷം അല്ല 5 ലക്ഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ദ ഓഡിറ്റർ ഇൻവെസ്റ്റിഗേറ്റ് ഡിറ്റർമൈൻ ഇഫ് ദ ഡിസ്പ്യൂട്ട് ഇൻഡിക്കേറ്റ് എൻ എറർ. ആ ഒരു ഡിസ്പ്യൂട്ട് എന്താണ്? എറർ ആണോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്താണ്? വെരിഫൈ ചെയ്യണം. ഓക്കെ, ദെൻ നെഗറ്റീവ് കൺഫർമേഷൻ യൂസ്ഡ് ഓൺലി ആസ് എ സോൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ. അപ്പോൾ ചില സിറ്റുവേഷനിൽ മാത്രമേ എന്താണ് നെഗറ്റീവ് കൺഫർമേഷൻ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഈ നെഗറ്റീവ് കൺഫർമേഷൻ? നെഗറ്റീവ് കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അയച്ചു എക്സ് ലിമിറ്റഡ് 5000 മാത്രമേ ഉള്ളൂ, ചെറിയ എമൗണ്ടാണ്. നമ്മൾ പറഞ്ഞു ഇത് തെറ്റാണെങ്കിൽ മാത്രം നിങ്ങൾ കൺഫേം ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓഡിറ്ററിന് അത്രേ ആവശ്യമുള്ളൂ. തെറ്റാണെങ്കിൽ മാത്രമാണ് റെസ്പോണ്ട് ചെയ്തത്, കാരണം ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ളൊരു എമൗണ്ടാണ്. പക്ഷേ ഒരു സാമ്പിളിംഗ് രീതിയിൽ ഓഡിറ്റർ ഈ ഒരു കൺഫർമേഷൻ അയച്ചു കൊടുത്തു. സോ തെറ്റാണെങ്കിൽ മാത്രം അയച്ചാൽ മതി പറഞ്ഞു. സോ അങ്ങനത്തെ റെസ്പോൺസാണ് ഇത് നെഗറ്റീവ് കൺഫർമേഷൻ. പോസിറ്റീവ് എന്താണ്? തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങൾ കൺഫേം ചെയ്യണം. ഇങ്ങനത്തെ ഒരു കൺഫർമേഷൻ, ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് കൺഫർമേഷൻ നമ്മൾ എന്താണ് ഒരു സോൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ മാത്രമാണ്. അത് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് വൺ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഈസ് ലോ. ഇതിൻ്റെ റിസ്ക് എന്താണ്? 5000 മാത്രമേ ഉള്ളൂ. ഇത് തെറ്റായി പോയാലും എന്താണ് ഇതിൻ്റെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് കുറവാണ്, ഈ ഒരു കണ്ടീഷൻ. ആൻഡ് കൺട്രോൾസ് ആർ എഫക്റ്റീവ്. അതേമാതിരി തന്നെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾ എന്താണ്? എഫക്റ്റീവാണ്. എക്സാമ്പിൾ എഫക്റ്റീവ് ഓട്ടോമേറ്റഡ് കൺട്രോൾസ് ഇൻ എ പേറോൾ സിസ്റ്റം. ദെൻ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ പോപ്പുലേഷൻ കംപ്രൈസ് ന്യൂമറസ് സ്മോൾ ആൻഡ് സിമിലർ ട്രാൻസാക്ഷൻ. അപ്പോൾ ഈ ഒരു 5000 നമ്മളുടെ റിസീവബിൾസിൽ എന്താണ്? ആ ഒരു പോപ്പുലേഷനിൽ മൊത്തമായിട്ട് എന്താണ് ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ട്. അതിലെല്ലാം എന്താണ് ഈ സിമിലർ ഇതേമാതിരി ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. സോ അങ്ങനെ പോപ്പുലേഷൻ കംപ്രൈസസ് ന്യൂമറസ് സ്മോൾ സിമിലർ ട്രാൻസാക്ഷൻ. എക്സാമ്പിൾ വെരിഫൈങ് ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി പേയ്മെൻറ്റ് ഫ്രം എ ലാർജ് കസ്റ്റമർ ബേസ്. സോ ഇതെന്താണ്? നമ്മുടെ പോപ്പുലേഷൻ ചെറുതാണ്, പോപ്പുലേഷൻ്റെ എമൗണ്ടുകൾ എന്താണ് ചെറുതായതുകൊണ്ട് നമ്മൾ ആ സിറ്റുവേഷന് ആണ് നെഗറ്റീവ് കൺഫർമേഷൻ യൂസ് ചെയ്യാം. ദെൻ എ വെരി ലോ എക്സെപ്ഷൻ റേറ്റ് ഈസ് എക്സ്പെക്റ്റഡ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു 5000 തെറ്റാവും എന്ന് നമ്മൾ ഓഡിറ്റർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? വളരെ കുറഞ്ഞ ബേസിൽ മാത്രമേ ഉള്ളൂ. ഇത് അധികം ഒരു കറക്റ്റ് എമൗണ്ട് തന്നെ ആയിരിക്കും. നമ്മളൊരു പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് കറക്റ്റ് എമൗണ്ട് തന്നെ ആയിരിക്കും എന്നാണ് ഓഡിറ്റർ ബിലീവ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോ പ്രയർ റെക്കോർഡ്സ് ഓഫ് ഡിസ്ക്രിപ്പൻസീസ് ഇൻ സപ്ലയർ കൺഫർമേഷൻ. ദെൻ no circumstances indicate the recipient will disregard the confirmation request. അപ്പോൾ എന്താണ് നമ്മൾ എന്ത് വിചാരിക്കുന്നില്ല? ഇയാളോട് ഈ ഒരു എക്സ് ലിമിറ്ററിനോട് ചോദിച്ചാൽ ഇയാൾ അതിന് റെസ്പോണ്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് തരുമോ എന്നുള്ള കാര്യം നമ്മൾ വിചാരിക്കുന്നേ ഇല്ല. സോ നോ സർക്കംസ്റ്റാൻസ്, ഒരു സർക്കംസ്റ്റാൻസ് ഇല്ല ഇൻഡിക്കേറ്റ് ദാറ്റ് ദ റെസിപ്പിയൻറ്റ് വിൽ ഡിസ്റിഗാർഡ് ദ കൺഫർമേഷൻ റിക്വസ്റ്റ്. നമ്മളുടെ ഒരു കൺഫർമേഷൻ റിക്വസ്റ്റ് ഡിസ്റിഗാർഡ് ചെയ്ത് നമ്മൾ വിശ്വസിക്കുന്നേ ഇല്ല. ലൈക്ക് സെൻഡിങ് ദ കൺഫർമേഷൻ ടു എ റെഗുലർ വെൻഡർ നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്നത് ഹൂ കൺസിസ്റ്റൻ്റ്ലി റെസ്പോണ്ട് പ്രോംപ്റ്റ്ലി. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രോംപ്റ്റ് ആയ രീതിയിൽ നമുക്ക് റെസ്പോണ്ട് തരലുണ്ട്. സോ അങ്ങനത്തെ ഒരാൾക്കാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. സോ ആ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് കൺഫർമേഷൻ നമ്മൾ അയക്കുക. ഓക്കെ, സോ ഇതാണ് എസ് എ
505. ഓക്കെ, നമ്മളിപ്പോൾ മൂന്നാമത്തെ സ്റ്റാൻഡേർഡ്, ഈ ഒരു ചാപ്റ്ററിലുള്ള മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റാൻഡേർഡാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ SA 510 ആണ്. ഇനീഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്, ഓപ്പണിംഗ് ബാലൻസസ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് എന്താ പറഞ്ഞ് നോക്കാം, ഇതിൻ്റെ ഓവർവ്യൂ നോക്കാം. SA 510 addresses the auditor's responsibilities regarding opening balance in a initial audit engagement where either prior financial statements were not audited or were audited by another auditor. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് എന്ന് വിചാരിക്കാം. അതിൽ അസറ്റും ഉണ്ട് ലയബിലിറ്റിയും ഉണ്ട്, അസറ്റും ഉണ്ട് ലയബിലിറ്റി ഉണ്ട്. ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഒന്നുകിൽ ഇതിന് മുമ്പ് ഓഡിറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്തത് വേറൊരു ഓഡിറ്ററാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ആര്? ഞാൻ എന്ന ഓഡിറ്റർ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓപ്പണിംഗ് ബാലൻസുകൾ നമ്മൾ വെരിഫൈ ചെയ്യണം. അതാണ് എന്ത്, ആ ഒരു റെസ്പോൺസിബിലിറ്റി, എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്, ഞാൻ ഇനീഷ്യലായിട്ടാണ് ഈ ഒരു ബാലൻസ് ഷീറ്റ് നോക്കാൻ പോകുന്നത്. സോ ഞാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ഓപ്പണിംഗ് ബാലൻസ് വെരിഫൈ ചെയ്യണം. ആ റെസ്പോൺസിബിലിറ്റിയാണ് SA 510 പറയുന്നത്. SA 510 അഡ്രസ് ദ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് റിഗാർഡിംഗ് ഓപ്പണിംഗ് ബാലൻസ് എപ്പോൾ, ഇൻ ഇനീഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്, ഒരു ഇനീഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. ഇനി ഇനീഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്താണ്, വെർ ഐദർ പ്രയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെർ നോട്ട് ഓഡിറ്റർ, ഒന്നുകിൽ എന്താണ് ഓഡിറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് വെർ ഓഡിറ്റഡ് ബൈ അനദർ ഓഡിറ്റർ. ഓക്കെ, സോ സ്കോപ്പ് ഓഫ് SA 510. SA 510 സ്കോപ്പ് എന്താണ്? ദിസ് സ്റ്റാൻഡേർഡ് ഫോക്കസസ് ഓൺ ദ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ എൻഷുറിംഗ് ദ ആക്യുറസി ആൻഡ് അപ്രോപ്രിയറ്റ്നെസ് ഓഫ് ഓപ്പണിംഗ് ബാലൻസ് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഒരു ഇനീഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് അതെന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ അതിൽ ഒരു ഇനീഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്താണ്, ഓപ്പണിംഗ് ബാലൻസിൻ്റെ ആക്യുറസിയും അപ്രോപ്രിയറ്റ്നെസ്സും എന്താണ്, എൻഷുർ ചെയ്യുക. ആ ഒരു ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഈ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്, ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഓപ്പണിംഗ് ബാലൻസ് കറക്റ്റ് ആണോ, അതും ഒരു ഇനീഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൽ ഇത് മാത്രം നോക്കുക. ഇത് ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി അക്കോർഡിംഗ് ടു SA 510. ഓക്കെ, objective of the auditor. The objective is to obtain sufficient and appropriate audit evidence to confirm എന്ത്, ഓപ്പണിംഗ് ബാലൻസ് ഡു നോട്ട് കണ്ടെയ്ൻ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എഫക്ട് ദ കറൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു കറൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ നെഗറ്റീവായിട്ട് എന്ന് വെച്ചാൽ മെറ്റീരിയൽ മിസ്റ്റേറ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും എന്താണ് ഓപ്പണിംഗ് ബാലൻസിൽ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. അതേമാതിരി തന്നെ അക്കൗണ്ടിങ് പോളിസീസ് ആർ അപ്ലൈഡ് കൺസിസ്റ്റൻ്റ്ലി ആൻഡ് എനി ചേഞ്ചസ് ആർ അപ്രോപ്രിയേറ്റ്ലി അക്കൗണ്ടഡ് ഫോർ ഡിസ്ക്ലോസ്ഡ് ആൻഡ് പ്രസൻറ്റഡ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൽ യൂസ് ചെയ്തിട്ടുള്ള എന്ന് വെച്ചാൽ പ്രീവിയസ് ഓഡിറ്റർ അല്ലെങ്കിൽ പ്രീവിയസ് ഓഡിറ്റർ ഉണ്ടെങ്കിൽ അയാൾ യൂസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് പോളിസി, അല്ലെങ്കിൽ എന്താണ് പ്രീവിയസ് ഓഡിറ്റർ ഇല്ലെങ്കിലും അയാൾ യൂസ് ചെയ്തിട്ട് കേട്ടോ. നമ്മളെന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, പക്ഷേ ഓഡിറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഇപ്പോഴോ അല്ലെങ്കിൽ എന്താണ് ഇതിന് മുമ്പോ വേറെ ആളാണോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന അക്കൗണ്ടിങ് പോളിസിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, അത് കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ള കാര്യം, കൺസിസ്റ്റൻ്റ്ലി അപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഈ ഒരു കൊല്ലം അത് കറക്റ്റ് ആയിട്ടാണോ സെയിം രീതിയിലാണോ അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യം ഒന്ന് നോക്കുക. മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതും ആ കാര്യമൊക്കെ സെയിം ആണോ നോക്കുക. ഇനിയല്ല എന്തെങ്കിലും മാറ്റമുണ്ട്, ഡിപ്രിസിയേഷൻ മെത്തേഡ് കഴിഞ്ഞ പ്രാവശ്യം എന്താണ് WDV ഈ പ്രാവശ്യം റിട്ടേൺ ഇതാക്കി, എന്താ പറയുക SLM ആക്കി. സോ അങ്ങനത്തെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ എന്നും അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നും അതേമാതിരി തന്നെ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനത്തെ ഒരു അക്കൗണ്ടിങ് പോളിസിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം, അത് പ്രോപ്പറായിട്ട് പ്രസൻറ്റും ചെയ്യണം എന്നുള്ള കാര്യം കൂടി എന്താണ് ഓഡിറ്റർ കൺഫേം ചെയ്യണം ഒരു ഇനീഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൽ. സോ നമ്മളെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്, ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുക, അപ്രോപ്രിയേറ്റും സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ അത് കറൻറ്റ് ഇയർത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും,
ദെൻ അക്കൗണ്ടിങ് പോളിസീസ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ ആൻഡ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടി വെരിഫൈ ചെയ്യാം. ഓക്കെ. ഇനി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. സോ ഓപ്പണിംഗ് ബാലൻസ്, കൺസിസ്റ്റൻസി ഓഫ് അക്കൗണ്ടിംഗ് പോളിസി, പ്രിഡിസസർ ഓഡിറ്റർ. അപ്പോൾ ഈ 3 രീതിയിലും നമ്മൾ എങ്ങനെയാണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസസ്. ഓപ്പണിംഗ് ബാലൻസിന് സംബന്ധമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ചെയ്യേണ്ടത്, അതാണ് ഫസ്റ്റ് നോക്കുന്നത്. റിവ്യൂ പ്രയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളെന്താണ് മുന്നത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ 2024-23 നോക്കുന്നതെങ്കിൽ നമ്മൾ 22-23 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെന്താണ് ചെക്ക് ചെയ്യുക. റീഡ് ദ മോസ്റ്റ് റീസെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രിഡിസസർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും പ്രീവിയസ് ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടും നമ്മൾ വായിച്ചു നോക്കുക. എക്സാമ്പിൾ, ചെക്ക് ഇഫ് ലാസ്റ്റ് ഇയേഴ്സ് ബാലൻസ് ഷീറ്റ് വാസ് പ്രോപ്പർലി ഓഡിറ്റഡ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് ആക്യുറസി. ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാലൻസ് നമ്മൾ ഈ കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും, അതിൻ്റെ ആക്യുറസി വെരിഫൈ ചെയ്യുക. എൻഷുർ ദാറ്റ് പ്രയർ പീരീഡ് ക്ലോസിംഗ് ബാലൻസസ് ആർ ആക്യുറേറ്റ്ലി ക്യാരി ഫോർവേഡ് ടു ദ കറൻറ്റ് പീരീഡ് ആസ് ഓപ്പണിംഗ് ബാലൻസ്. പ്രയർ പീരീഡത്തെ ക്ലോസിംഗ് ബാലൻസ് കറൻറ്റ് പീരീഡിലേക്ക് ആക്യുറേറ്റ് ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. എക്സാമ്പിൾ, കമ്പയർ ദ ലാസ്റ്റ് ഇയേഴ്സ് ക്യാഷ് ബാലൻസ് വിത്ത് കറൻറ്റ് ഓപ്പണിംഗ് ബാലൻസ്. ദെൻ കൺസിസ്റ്റൻസി വിത്ത് അക്കൗണ്ടിംഗ് പോളിസി. നമ്മൾ യൂസ് ചെയ്ത അക്കൗണ്ടിംഗ് പോളിസി, പ്രീവിയസ് ഇയറിൽ യൂസ് ചെയ്ത അക്കൗണ്ടിംഗ് പോളിസി കറൻറ്റ് ഇയറിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം, കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടോ കാര്യം നമ്മൾ നോക്കുക. ചെക്ക് വെദർ ദ ഓപ്പണിംഗ് ബാലൻസ് അലൈൻ വിത്ത് ദ അപ്ലിക്കബിൾ അക്കൗണ്ടിംഗ് പോളിസീസ്. എക്സാമ്പിൾ, വെരിഫൈ ദാറ്റ് ദ ഡിപ്രിസിയേഷൻ പോളിസീസ് റിമെയിൻ ദ സെയിം ആസ് ദ പ്രയർ ഇയർ അൺലെസ് ഡിസ്ക്ലോസ് അതർവൈസ്. അപ്പോൾ ഡിപ്രിസിയേഷൻ പോളിസി, ഡിപ്രിസിയേഷൻ മെത്തേഡ് നമ്മൾ പ്രീവിയസ് ഇയർ എന്താണോ യൂസ് ചെയ്തത് അത് തന്നെയാണോ ഈ കൊല്ലം യൂസ് ചെയ്തെന്ന് നോക്കുക. ഇനി അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ ഓഡിറ്റ് ഓപ്പണിംഗ് ബാലൻസ്. പെർഫോം നെസസറി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു വാലിഡേറ്റ് ദ ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് അതിൻ്റെ ഒരു വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നെസസറി ആയുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ പെർഫോം ചെയ്യുക. എക്സാമ്പിൾ, റീകൺസൈൽ ഇൻവെൻട്രി ബാലൻസ് വിത്ത് ഫിസിക്കൽ കൗണ്ട്. നമ്മൾ ഇൻവെൻട്രീൻ്റെ ഒരു ബാലൻസ് ഉണ്ട്, നമ്മൾ ഫിസിക്കൽ കൗണ്ട് ചെയ്തിട്ട് നമ്മൾ റീകൺസൈൽ ചെയ്ത് നോക്കുക. ദെൻ കമ്മ്യൂണിക്കേറ്റ് ഇഷ്യൂസ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇഫ് ഓപ്പണിംഗ് ബാലൻസ് കോസസ് കറൻറ്റ് ഫിനാൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് കാരണം കറൻറ്റ് ഇയറിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് മാനേജ്മെൻറ്റ് അടുത്ത് ഇൻഫോം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ TCWG അടുത്ത് നമ്മൾ ഇൻഫോം ചെയ്യണം. സോ കറൻറ്റ് ഇയർ ഓപ്പണിംഗ് ബാലൻസ് കാരണം കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ മാനേജ്മെൻറ്റ് അടുത്ത് ഫസ്റ്റ് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ TCWG അടുത്ത് നമ്മൾ ഇൻഫോം ചെയ്യുക. എക്സാമ്പിൾ, നോട്ടിഫൈ ദ ബോർഡ് അബൌട്ട് എ ഡിസ്ക്രിപ്പൻസി ഇൻ അക്കൗണ്ട് റിസീവബിൾസ് ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ നമ്മൾ ബോർഡിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ നോട്ടിഫൈ ചെയ്യണം എന്തെങ്കിലും ഒരു അക്കൗണ്ട് റിസീവബിൾസ് നമ്മൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ. സോ ഇതൊക്കെയാണ് ഓപ്പണിംഗ് ബാലൻസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ദെൻ കൺസിസ്റ്റൻസി ഓഫ് അക്കൗണ്ടിംഗ് പോളിസി. അക്കൗണ്ടിംഗ് പോളിസി കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്. ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത് നോക്കേണ്ടത് എന്താണ്, അക്കൗണ്ടിംഗ് പ്രീവിയസ് ഇയറിൽ യൂസ് ചെയ്ത അതേ അക്കൗണ്ടിംഗ് പോളിസീസ് തന്നെ ഈ ഇയറിലും കറൻറ്റ് പീരീഡിലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യണം. So obtain evidence to confirm that accounting policies are consistently applied to the opening balance. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണോ, കാരണം പ്രീവിയസ് ഇയറിൽ എന്ത് അക്കൗണ്ടിംഗ് പോളിസിയാണോ യൂസ് ചെയ്തത് അതന്നെ ഈ കൊല്ലം യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. എൻഷുർ ദാറ്റ് റവന്യൂ റെക്കഗ്നീഷൻ പ്രാക്ടീസ് ആർ അൺചേഞ്ച്ഡ്. ഇനി എനി ചേഞ്ചസ് ഇൻ പോളിസി, എന്തെങ്കിലും പോളിസിയിൽ മാറ്റമുണ്ടെങ്കിൽ ആർ പ്രോപ്പർലി അക്കൗണ്ടഡ്, ഡിസ്ക്ലോസ് ആൻഡ് പ്രസൻറ്റഡ്. അത് പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ, അതേമാതിരി തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. എക്സാമ്പിൾ, വെരിഫൈ ഡിസ്ക്ലോഷേഴ്സ് വെൻ ഷിഫ്റ്റിംഗ് ഫ്രം സ്ട്രേറ്റ് ലൈൻ ടു ഡിക്ലൈൻ ബാലൻസ് ഡിപ്രിസിയേഷൻ മെത്തേഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണിത്. ഡിപ്രിസിയേഷൻ മെത്തേഡിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ മാറ്റം പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ, പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യണം. ഓക്കെ. ദെൻ അതിന് ശേഷമുള്ള സാധനമാണ് എന്ത്, പ്രിഡിസിസർ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് റിപ്പോർട്ട്. മുൻകാലത്തെ ഓഡിറ്ററിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട്.
അതിൽ പറഞ്ഞെന്താ വെച്ചാൽ if the predecessor auditor's report was modified, evaluate how the issue affect the current financial statement. അപ്പോൾ നമ്മൾ വേറൊരു ഓഡിറ്ററാണ് മുന്നത്തെ ഓഡിറ്റ് ചെയ്തത് എങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, ഇനീഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് വരുള്ളൂ അക്കോർഡിംഗ് ടു SA 510. അപ്പോൾ അയാൾ മുന്നത്തെ ഓഡിറ്റർ എന്താണ്, അയാളുടെ റിപ്പോർട്ട് മോഡിഫൈ ആണ് ചെയ്തത്, എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് റിപ്പോർട്ടാണ് കൊടുത്തത്. ആ ഒരു ഇഷ്യൂ, അയാൾ മോഡിഫൈ ചെയ്തിട്ടുള്ള ഇഷ്യൂ കറണ്ട് ഇയർത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് prior inventory valuation were questioned, check if they still impact the current statement. അപ്പോൾ എന്താണ്, പ്രീവിയസ് ഇയറിൽ ഇൻവെൻട്രി വാല്യുവേഷനെയാണ് അയാൾ ക്വസ്റ്റ്യൻ ചെയ്തതെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ കൊല്ലവും എഫക്റ്റ് ആവുന്നുണ്ടോ, അത് സോൾവ് ആക്കിയോ അല്ലെങ്കിൽ ഇപ്പോഴും അത് എഫക്റ്റായി കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ. ദെൻ ഓഡിറ്റ് കൺക്ലൂഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. അപ്പോൾ നമ്മൾ എന്താണ്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പറഞ്ഞു, ഇനി കൺക്ലൂഷനും റിപ്പോർട്ടിംഗ് ആണ്. ഓഡിറ്റർ എന്ത് റിപ്പോർട്ടാണ്, എന്ത് കൺക്ലൂഷനാണ് എത്തേണ്ടത് എന്നുള്ള കാര്യമാണ് ഇനി പറഞ്ഞത്. ഓപ്പണിംഗ് ബാലൻസിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ അക്കൗണ്ടിങ് പോളിസീസിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ പ്രിഡിസസർ ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ചിട്ടും അതിൻ്റെ മോഡിഫിക്കേഷനെ കുറിച്ചിട്ടും നമ്മൾ നേരത്തെ ഓഡിറ്റ് പ്രൊസീജിയറിൽ പറഞ്ഞ അതേ പോയിന്റിലാണ് ഇവിടെയും വരുന്നത്. സോ ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ആണ്. If the auditor cannot obtain sufficient audit evidence about opening balance, issue a qualified opinion or a disclaimer of opinion. അപ്പോൾ എന്താണ്, നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് കിട്ടിയില്ല റിഗാർഡിംഗ് ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഒരു ക്വാളിഫൈഡ് ഒപ്പീനിയനോ അല്ലെങ്കിൽ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയനോ കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു മാറ്റർ, ഈ ഒരു ഓഡിറ്റ് എവിഡൻസ് കിട്ടാത്ത മാറ്റർ എന്താണ്, പെർവസീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കും. പെർവസീവ് അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും അക്കോർഡിംഗ് ടു SA 705. അത് നമ്മളെന്താണ് 7ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ എക്സാമ്പിൾ, ലാക്ക് ഓഫ് ആക്സസ് ടു പ്രയർ റെക്കോർഡ്സ് മേ ലീഡ് ടു സച്ച് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് എന്താണ്, പ്രയർ റെക്കോർഡ്സ് നമുക്ക് കിട്ടുന്നില്ല, അപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഒപ്പീനിയൻ കൊടുക്കുക. ദെൻ ഇഫ് ഓപ്പണിംഗ് ബാലൻസ് കണ്ടെയ്ൻ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് പ്രോപ്പർലി പ്രസൻറ്റഡ് ഓർ ഡിസ്ക്ലോസ്ഡ്. അപ്പോൾ എന്താണ്, ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു, അത് പ്രോപ്പറായിട്ട് പ്രസൻറ്റും ചെയ്തിട്ടില്ല ഡിസ്ക്ലോസും ചെയ്തിട്ടില്ല. നമുക്ക് ഓഡിറ്റ് എവിഡൻസ് ഒക്കെ കിട്ടി, നമുക്ക് എന്താണ് ഈ ഒരു ഓപ്പണിംഗ് ബാലൻസിനെ കുറിച്ചുള്ള ഓഡിറ്റ് എവിഡൻസ് കിട്ടി, പക്ഷേ അതിൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അതെന്താണ് പ്രോപ്പറായിട്ട് പ്രസൻറ്റും ചെയ്തിട്ടില്ല ഡിസ്ക്ലോസും ചെയ്തിട്ടില്ല. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, നമ്മൾ ഒന്നുകിൽ ക്വാളിഫൈഡോ അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയനാണ് കൊടുക്കുക. കാരണം നമുക്ക് എവിഡൻസ് കിട്ടി. ഈ ഒരു ഇഷ്യൂ പെർവസീവ് ആണെങ്കിൽ നമ്മൾ എന്താണ്, അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കും. ക്വാളിഫൈഡ് ആണെങ്കിൽ നമ്മൾ പെർവസീവ് അല്ലെങ്കിൽ നമ്മൾ ക്വാളിഫൈഡ് ഒപ്പീനിയനും കൊടുക്കും അക്കോർഡിംഗ് ടു SA 705. എക്സാമ്പിൾ, മിസ്റ്റേറ്റഡ് ഗുഡ് വിൽ വാല്യൂ ഇൻ ഓപ്പണിംഗ് ബാലൻസ് ക്യാൻ ഇമ്പാക്ട് ഓപ്പണിംഗ്. എന്താണ്, മിസ്റ്റേറ്റഡ് ആയിട്ടുള്ള ഗുഡ് വിൽ വാല്യൂ എന്താണ് ഓപ്പണിംഗ് ബാലൻസിനെ എഫക്റ്റ് ചെയ്യും. അത് പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ക്വാളിഫൈഡോ അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയനോ നമ്മൾ കൊടുക്കണം. ഓക്കെ. ദെൻ റിഗാർഡിംഗ് കൺസിസ്റ്റൻസി ഓഫ് അക്കൗണ്ടിംഗ് പോളിസി. ഇഫ് പോളിസീസ് ആർ നോട്ട് കൺസിസ്റ്റൻ്റ്ലി അപ്ലൈഡ്, എന്താണ് അക്കൗണ്ടിംഗ് പോളിസി കൺസിസ്റ്റൻ്റ് അല്ല, മാറ്റം വന്നിട്ടുണ്ട്, അക്കൗണ്ടിംഗ് പോളിസിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഓർ ചേഞ്ചസ് ആർ നോട്ട് പ്രോപ്പർലി ഡിസ്ക്ലോസ്ഡ്. അപ്പോൾ ആ ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം ആൻഡ് എന്ത് ചെയ്യണം, പ്രസൻറ്റും ചെയ്യാൻ നമ്മൾ പറഞ്ഞു. സോ അത് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഡിസ്ക്ലോസും ചെയ്തിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ അക്കൗണ്ടിംഗ് പോളിസിയിൽ മാറ്റവും വന്നു, അതെന്ത് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ക്വാളിഫൈഡ് ഒപ്പീനിയനോ അല്ലെങ്കിൽ ഒരു അഡ്വേഴ്സ് ഒപ്പീനിയനോ നമ്മൾ കൊടുക്കണം. ഇതൊരു പെർവസീവായ മാറ്റർ ആണെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയനും, പെർവസീവ് അല്ലെങ്കിൽ ക്വാളിഫൈഡും ആണ് കൊടുക്കേണ്ടത്. എക്സാമ്പിൾ, ഇംപ്രോപ്പർ അപ്ലിക്കേഷൻ ഓഫ് ഇൻവെൻട്രി വാല്യുവേഷൻ ചേഞ്ചസ് എഫക്ട്സ് റിലയബിലിറ്റി. അപ്പോൾ എന്താണ്, ഒരു ഇൻവെൻട്രീൻ്റെ വാല്യുവേഷനിൽ അപ്ലിക്കേഷനിൽ മാറ്റം വന്നിട്ടുണ്ട്, അത് റിലയബിളായിട്ട് ഇതാക്കിയിട്ടില്ല, എഫക്റ്റായി നമ്മൾ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റിൽ അത് പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്തില്ല. സോ അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ക്വാളിഫൈഡോ അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ നമ്മൾ കൊടുക്കണം. ദെൻ മോഡിഫിക്കേഷൻ ഇൻ പ്രിഡിസസർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. പ്രീവിയസ് ഓഡിറ്റർ റിപ്പോർട്ടിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ട്. സോ ഇഫ് ദ പ്രിഡിസസർ മോഡിഫിക്കേഷൻ ഈസ് മെറ്റീരിയൽ ആൻഡ് റിലവൻറ്റ് ടു ദ കറൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ്, പ്രീവിയസ് ഓഡിറ്ററിൻ്റെ മോഡിഫിക്കേഷൻ എന്താണ്, മെറ്റീരിയലും ആണ്, അത് കറൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിലവൻ്റ് ആണ്, അത് ബാധിക്കുന്നുണ്ട്, കറൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അത് എഫക്റ്റും ചെയ്യുന്നുണ്ടെങ്കിൽ മോഡിഫൈ ദ കറൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് അക്കോർഡിംഗ്ലി. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിപ്പോർട്ട് മോഡിഫൈ ചെയ്യണം ആ സിറ്റുവേഷനിൽ. എക്സാമ്പിൾ, ഇഫ് പ്രയർ കൺസേൺ അബൌട്ട് അൺവെരിഫൈഡ് ലാബിലിറ്റി സ്റ്റിൽ ഇമ്പാക്ട് ദ കറണ്ട് ബാലൻസ്. അപ്പോൾ ഒരു അൺവെരിഫൈഡ് ലാബിലിറ്റീൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും കറണ്ട് പീരീഡിലും കറണ്ട് ബാലൻസിലും അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് റിഫ്ലക്ട് ദാറ്റ്. ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ്, അത് റിഫ്ലക്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ. സോ ഇതാണെന്ത് SA 510.
ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് നോക്കി? ഫസ്റ്റ് നമ്മൾ 500 നോക്കി, ദെൻ 501 നോക്കി, ദെൻ 505 നോക്കി, ദെൻ 510 നോക്കി. അപ്പോൾ 4 സ്റ്റാൻഡേർഡ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു സ്റ്റാൻഡേർഡ് കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ളൂ. നമുക്ക് നോക്കാം. സോ അപ്പോൾ SA 510 നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത വെച്ചാൽ SA 530 ആണ് ഓഡിറ്റ് സാമ്പിളിംഗ്. Audit sampling. SA 530 focuses on auditors' use of statistical and non-statistical sampling method for designing audit samples, performing controls and detailed test and evaluating sample results. അപ്പോൾ SA 530 ഓഡിറ്റ് സാമ്പിളിംഗ് എന്താ പറഞ്ഞു വെച്ചാൽ ഓഡിറ്റർ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടും നോൺ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുക. അതാണ് എന്ത് പറഞ്ഞത് SA 530 പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ട്? ഓഡിറ്റ് സാമ്പിൾസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് നടത്താൻ വേണ്ടിയിട്ട്, ദെൻ സാമ്പിൾസിൻ്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടും നോൺ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള മെത്തേഡ്സ് ഓഡിറ്റർ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന സ്റ്റാൻഡേർഡാണ് 530. ഓക്കെ, SA 530. This essay is applicable when an auditor chooses to use sampling technique in audit process. അപ്പോൾ നമ്മുടെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൽ എന്താണ് സാമ്പിളിംഗ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലാണ് എന്ത് വരിക? ഈ SA 530 അപ്ലൈ ആവുക. ഇറ്റ് ഔട്ട്ലൈൻസ് ഗൈഡ്ലൈൻസ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിങ്ങിനും നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിങ്ങിനുള്ള ഗൈഡ് ലൈൻസ് തരുന്ന സ്റ്റാൻഡേർഡാണ് SA 530. ഓക്കെ, Objectives of the auditor. The objective is to ensure the sample provide a reasonable basis for conclusion about the population being tested. അപ്പോൾ എന്താണ് നമ്മൾ ഒരുപാട് എണ്ണുള്ളൊരു ഐറ്റം, ഒരു എന്താ പറയുക ട്രേഡ് റിസീവബിൾ. അപ്പോൾ ഒരുപാട് വ്യക്തികളുടെ എന്താണ് ബാലൻസ് നമുക്ക് ചെക്ക് ചെയ്യാണ്ട്. അതിൽ നമ്മൾ എന്താണ് ഇത് നോക്കി ഈ മൊത്തമുള്ള സാധനത്തിനാണ് നമ്മളെന്ത് വിളിക്കുക? പോപ്പുലേഷൻ എന്ന് വിളിക്കുക. ഈ ചൂസ് ചെയ്ത സാധനങ്ങളാണ് നമ്മളെന്ത് വിളിക്കുക? നമ്മൾ സാമ്പിൾ എന്ന് വിളിക്കുക. അത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഇൻ്റർലൊക്കെ പഠിച്ച സംഭവമാണത്. സോ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇസ് ടു എൻഷുർ സാമ്പിൾ പ്രൊവൈഡ്സ് എ റീസണബിൾ ബേസിസ് ഫോർ കൺക്ലൂഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊരു കൺക്ലൂഷൻ എന്താണ് ഇത് തരണം. അതിന് വേണ്ടി നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള സാമ്പിൾസും അതേമാതിരി തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സാമ്പിൾസുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ അത് എൻഷുർ ചെയ്യലാണ് ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. സോ ദ ഒബ്ജക്റ്റീവ് ഇസ് ടു എൻഷുർ ദ സാമ്പിൾ പ്രൊവൈഡ്. ഈ ഒരു സാമ്പിൾ എന്താണ് റീസണബിൾ ബേസിസ് ഫോർ കൺക്ലൂഷൻ. ഇതിനെക്കുറിച്ചൊരു റീസണബിൾ കൺക്ലൂഷൻ തരണം. ഇതിനെക്കുറിച്ചൊരു കൺക്ലൂഷൻ ഉണ്ടാക്കാൻ, പോപ്പുലേഷനെ കുറിച്ചൊരു കൺക്ലൂഷൻ ഉണ്ടാക്കാൻ ഒരു റീസണബിൾ ബേസിസ് ആവണം എന്ത് ഈ ഒരു സാമ്പിൾ. അത് ഓഡിറ്റർ എൻഷുർ ചെയ്യണം. അതാണ് എന്ത് ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് റിലേറ്റിംഗ് ടു SA 530. ദെൻ കീ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. എന്തൊക്കെയാണ് ഒരു സാമ്പിളിംഗ് SA 530 പ്രകാരം കീ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്? ഫസ്റ്റ് സാമ്പിൾ ഡിസൈൻ, സൈസ് ആൻഡ് സെലക്ഷൻ. അപ്പോൾ സാമ്പിൾ ഡിസൈനും സൈസും സെലക്ഷനും. സോ സാമ്പിൾ ഡിസൈൻ, സൈസ് ആൻഡ് സെലക്ഷൻ. അതിൽ ഡിസൈൻ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഫോർ ഈച്ച് ഐറ്റം. ദ ഓഡിറ്റർ മസ്റ്റ് അപ്ലൈ അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ഈച്ച് സാമ്പിൾഡ് ഐറ്റം. അപ്പോൾ നമ്മൾ സാമ്പിൾ ചെയ്യുന്ന ഓരോ ഐറ്റത്തിനും എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്താണ് ഓഡിറ്റർ അപ്ലൈ ചെയ്യണം. എക്സാമ്പിൾ ഫോർ എ സെയിൽ ലെഡ്ജർ കൺഫേം ഇൻഡിവിജ്വൽ ഇൻവോയ്സ് എമൗണ്ട്സ്. അപ്പോൾ ഓരോ സെയിൽ ലെഡ്ജറും എന്താണ് ഇൻഡിവിജ്വൽ ഇൻവോയ്സ് എമൗണ്ട് എന്താണ് ഓഡിറ്റർ കൺഫേം ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ വൗച്ച് ചെയ്യുന്ന സമയത്ത് അതാണ് നമ്മൾ നോട്ട് ചെയ്യും. നമ്മുടെ ബുക്സിലുള്ള എമൗണ്ടും അതേപോലെ തന്നെ വൗച്ചറിലുള്ള എമൗണ്ടും സെയിം ആണെന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്യും. സോ ഈച്ച് ഐറ്റത്തിന് നമ്മൾ എന്താണ് ഓഡിറ്റ് പ്രൊസീജിയർ നമ്മൾ പെർഫോം ചെയ്യും. ദെൻ റീപ്ലേസ്മെൻറ്റ് ഓഫ് അൺയൂസബിൾ ഐറ്റം. If the audit procedure cannot be applied to a sample item, replace it with another suitable item. അപ്പോൾ നമ്മളെന്താണ്
ഒരു സാമ്പിൾ ഐറ്റത്തിൻ്റെ മുകളിൽ നമുക്ക് എന്താണ് ഒരു ഓഡിറ്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലേസ് ഇറ്റ് വിത്ത് അനദർ സ്യൂട്ടബിൾ ഐറ്റം, മറ്റൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ ബേസിൽ നമ്മളത് ചെക്ക് ചെയ്യണം, അതിൻ്റെ റീപ്ലേസ് നമ്മൾ ചെക്ക് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് എൻ ഇൻവോയ്സ് ഈസ് മിസ്സിങ്, ചെക്ക് അനദർ ഇൻവോയ്സ് ഫ്രം ദ സെയിം പീരീഡ്. അപ്പോൾ ഒരു ഇൻവോയ്സ് നമുക്ക് മിസ്സിങ് കാണുന്നില്ല, അപ്പോൾ ആ ഒരു പീരീഡിലുള്ള സെയിം ഇൻവോയ്സ് നമ്മളെന്താണ് ചെക്ക് ചെയ്യണം, അതിൻ്റെ ഒരു ആക്യുറസി നോക്കാൻ വേണ്ടിയിട്ട്. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻഅപ്ലിക്കബിൾ ഐറ്റംസ്. If an item cannot be audited due to its nature, treat it as a deviation for control or a misstatement for details. അപ്പോൾ നമുക്കൊരു ഐറ്റം നമ്മളെന്താണ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെന്താണ് അതിൻ്റെ ഒരു നേച്ചർ പ്രകാരം നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മുകളിൽ പറഞ്ഞ സെയിം സിറ്റുവേഷൻ തന്നെ, ഈ ഒരു ഇൻവോയ്സ് മിസ്സായിപ്പോയി, ഇൻവോയ്സ് കാണുന്നില്ല. ആ ഇൻവോയ്സ് കാണാത്തത് എന്തിൻ്റെ പോരായ്മയാണ്, ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ പോരായ്മയാണ്. സോ എന്തെങ്കിലും ഡീവിയേഷൻ എങ്കിൽ നമ്മളെന്താണ് അത് കൺട്രോളിൻ്റെ പോരായ്മയായിട്ട് നമ്മളെന്താണ് മനസ്സിലാക്കണം. ട്രീറ്റ് ഇറ്റ് ആസ് എ ഡീവിയേഷൻ, കൺട്രോളിൻ്റെ ഡീവിയേഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു മിസ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ എന്ന് വെച്ചാൽ അതിൽ എമൗണ്ടോ നമ്മൾ റെക്കോർഡ് ചെയ്ത എമൗണ്ടോ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താണ് അത് ഡീറ്റെയിൽസിൻ്റെ ഒരു മിസ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കണം. എക്സാമ്പിൾ, എ മിസ് ഫയൽഡ് പർച്ചേസ് റെക്കോർഡ് കുഡ് ഇൻഡിക്കേറ്റ് എ കൺട്രോൾ ഡീവിയേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പെർഫോമിംഗ് ഓഡിറ്റ് പ്രൊസീജിയർ. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഇൻവെസ്റ്റിഗേറ്റ് ഡീവിയേഷൻസ് ഓർ മിസ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കൺട്രോൾ ഡീവിയേഷനോ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ഡീറ്റെയിൽസിലുള്ളൊരു മിസ്റ്റേറ്റ്മെൻറ്റോ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്താണ് ഒരു സാമ്പിൾ ആയിട്ട് നമുക്ക് ഓഡിറ്റ് പ്രൊസീജിയർ നടത്താൻ പറ്റുന്നില്ലെങ്കിൽ, സോ അങ്ങനത്തെ ഒരു ഡീവിയേഷനോ മിസ്റ്റേറ്റ്മെൻറ്റോ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എക്സാമിൻ ദ റീസൺ ഫോർ എറർ ആൻഡ് അസസ് ഇറ്റ്സ് ഇമ്പാക്ട്. അപ്പോൾ ആ ഒരു എറർ എന്ന് വെച്ചാൽ ഒരു സാമ്പിൾ ഐറ്റം ഒരു ഇൻവോയ്സ് എന്താണ് മിസ്സായിപ്പോയി, അതിൻ്റെ കാരണം എന്താണ്, ആ റീസൺ എന്താണ് നമ്മൾ നോക്കണം. അതേമാതിരി തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യണം ഓഡിറ്റർ. എ ക്യാഷ് ഡിസ്ക്രിപ്പൻസി കുഡ് ഇൻഡിക്കേറ്റ് എ ഫ്രോഡ് ഓർ ക്ലറിക്കൽ എറർ. ഒരു ക്യാഷ് ഡിസ്ക്രിപ്പൻസി എന്ന് വെച്ചാൽ ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു ക്യാഷിൽ വരുന്നൊരു വ്യത്യാസം, റെക്കോർഡും ബുക്കും തമ്മിലുള്ള ശരിക്കും ആക്ച്വലി നമ്മളൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ഇത് ഫ്രോഡായിരിക്കും അല്ലെങ്കിൽ ഒരു എറർ ആയിരിക്കും. അതെന്താണ്, അത് കറക്റ്റായിട്ട് ഓഡിറ്റർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരിക്കണം. ദെൻ ഹാൻഡിൽ അനോമലീസ് കെയർഫുള്ളി. എന്താണ്, എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് കെയർഫുള്ളായിട്ട് നമ്മൾ ഡീൽ ചെയ്യണം. ഇഫ് എ മിസ്റ്റേറ്റ്മെൻറ്റ് ഈസ് അനോമലി, പെർഫോം അഡീഷണൽ ടെസ്റ്റ് ടു കൺഫേം ഇറ്റ് ഈസ് നോട്ട് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ എൻറ്റയർ പോപ്പുലേഷൻ. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ചു, അതെന്താണ് അത് മൊത്തം പോപ്പുലേഷനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ല എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ കൺഫേം ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ, വെരിഫൈ വെദർ എ സിംഗിൾ ലാർജ് എറർ ഇസ് എൻ ഔട്ട്ലൈ. Okay, then project misstatements. For a test of details, estimate the total misstatements in the population based on the sample result. അപ്പോൾ എന്താണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് ആണ് എന്ത് നമ്മൾ ഈ സാമ്പിളൊക്കെ ചെയ്യുന്ന കാര്യം. സോ നമ്മൾ മിസ്റ്റേറ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ചെയ്യുക, കാരണം സാമ്പിൾ റിസൾട്ടിൻ്റെ ബേസിൽ നമ്മൾ പോപ്പുലേഷൻ്റെ മൊത്തം ടോട്ടൽ മിസ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യണം. ഓക്കെ, അതും എന്താണ് ഒരു ഓഡിറ്റ് പ്രൊസീജിയറാണ് റിലേറ്റിംഗ് ടു ഓഡിറ്റ് സാമ്പിളിംഗ്. Example, if 5% of invoice in the samples are misstated, apply the same rate to all invoice. അപ്പോൾ ഒരു ഇൻവോയ്സിൻ്റെ 5% എന്താണ് മിസ്റ്റേറ്റഡ് ആണെങ്കിൽ എല്ലാ ഇൻവോയ്സിൻ്റെയും മിസ്റ്റേറ്റ്മെൻറ്റ് 5% ആയിരിക്കും എന്നുള്ളൊരു എസ്റ്റിമേഷനിലേക്ക് നമ്മൾ എത്തണം, ഓഡിറ്റർ എത്തണം. ദെൻ ഇവാലുവേറ്റ് റിസൾട്ട്. നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് കിട്ടിയ സാമ്പിൾ റിസൾട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അസസ് വെദർ ദ സാമ്പിളിംഗ് പ്രോസസ് പ്രൊവൈഡ് എ സഫിഷ്യൻറ്റ് എവിഡൻസ് ഫോർ കൺക്ലൂഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള സാമ്പിളിംഗ് പ്രോസസ്സ്, അതിൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള സാമ്പിൾ നമുക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു റിസൾട്ട് എന്താണ് ആ ഒരു പോപ്പുലേഷനെ കുറിച്ചൊരു കൺക്ലൂഷൻ എത്താൻ സഹായിക്കുമോ എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ അസസ് ചെയ്യണം. സോ അസസ് വെദർ ദ സാമ്പിളിംഗ് പ്രോസസ് പ്രൊവൈഡ് എ സഫിഷ്യൻറ്റ് എവിഡൻസ് ഫോർ കൺക്ലൂഷൻസ് അബൌട്ട് ദ പോപ്പുലേഷൻ. എക്സാമ്പിൾ, എൻഷ്യൂർ സാമ്പിൾ ഫൈൻഡിങ്സ് അലൈൻ വിത്ത് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അസഷൻ. സാമ്പിൾ ഫൈൻഡിങ്സ് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അസഷനായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്താണ് ഉറപ്പ് വരുത്തണം. സോ ഇത്രയും ഓഡിറ്റ് പ്രൊസീജിയേഴ്സാണ് ഓഡിറ്റർ ചെയ്യേണ്ടത് റിഗാർഡിംഗ് ഓഡിറ്റ് സാമ്പിളിംഗ്. ദെൻ ഇനി അനദർ അഡീഷണൽ കൺസിഡറേഷൻസ്. ഓക്കെ, അതാണ് നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളത്. എസ് എ 530 പ്രകാരം അവസാനത്തെ ടോപ്പിക്കാണ് അഡീഷണൽ കൺസിഡറേഷൻ. 530 പ്രകാരം എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിങ്ങിനെ കുറിച്ച്,
then materiality and risk, then document work. First ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് ആണ്. ഇൻവോൾവ് ന്യൂമറിക്കൽ ടെക്നിക്സ് ടു കാൽക്കുലേറ്റ് ദ സാമ്പിൾ സൈസ് ആൻഡ് ഇവാലുവേറ്റ് ദ റിസൾട്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഒരു ന്യൂമറിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സാമ്പിൾ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതേമാതിരി തന്നെ സാമ്പിളിൻ്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതും. ഓക്കെ, എക്സാമ്പിൾ യൂസിങ് റാൻഡം സെലക്ഷൻ മെത്തേഡ് ടു എൻഷുർ അൺബയസ്ഡ് റിസൾട്ട്. അപ്പോൾ ഒരു റാൻഡം മെത്തേഡ് സെലക്ഷൻ നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ്, സാമ്പിൾസ് എടുക്കുകയാണ് ഒരു അൺബയസ്ഡ് മെത്തേഡിൽ. അപ്പോൾ എന്താണ്, അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് ആണ്. ദെൻ നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് റിലൈസ് ഓൺ ഓഡിറ്റേഴ്സ് ജഡ്ജ്മെൻറ്റ് റാദർ ദാൻ കാൽക്കുലേഷൻ. അപ്പോൾ ഓഡിറ്ററിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുക. ഇത് വെച്ചൊരു ന്യൂമറിക്കൽ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്തിട്ട്, ലൈക്ക് ഒരു റാൻഡം സാമ്പിൾ സെലക്ഷൻ, അത് യൂസ് ചെയ്തിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ്. പക്ഷേ എന്താണ്, നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഒരു ഓഡിറ്ററിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. എക്സാമ്പിൾ സെലക്ടിങ് സ്പെസിഫിക് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ഫോർ ടെസ്റ്റിംഗ്. Then materiality and risk. Consider materiality and risk of misstatement when deciding sample size. അപ്പോൾ സാമ്പിൾ സൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ എത്ര സാമ്പിൾ വേണം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, നമ്മൾ ഒരു റിസ്ക് അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം സാമ്പിൾ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ റിസ്ക് അസസ്മെൻറ്റിൻ്റെ ബേസിലും അതേമാതിരി തന്നെ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ എന്താണ് അതിൻ്റെ ഒരു എഫിഷ്യൻസീൻ്റെ ബേസിലും എഫക്റ്റീവ്നെസ്സിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാമ്പിൾ എടുക്കാൻ. ഞാൻ നേരത്തെ ഓരോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനാണ് ഇവിടെയും പറഞ്ഞത്, മെറ്റീരിയാലിറ്റിയും അതേപോലെ തന്നെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റും ഇത് രണ്ടും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ സാമ്പിൾ സൈസ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ, എ ഹയർ റിസ്ക് ഓഫ് ഫ്രോഡ് മൈറ്റ് റിക്വയർ എ ലാർജർ സാമ്പിൾ സൈസ്. അപ്പോൾ ഫ്രോഡ് കൂടുതലുള്ള ഹൈ ആയ സ്ഥലത്ത് എന്താണ്, ലാർജ് സാമ്പിൾ സൈസ് വേണ്ടി വരും. ദെൻ ഡോക്യുമെൻ്റ് വർക്ക്, മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ്, റിസൾട്ട്സ് ആൻഡ് കൺക്ലൂഷൻ. അപ്പോൾ സാമ്പിൾ പ്രൊസീജിയറിൻ്റെ, റിസൾട്ടിൻ്റെ ആൻഡ് കൺക്ലൂഷൻ, ഈ 3 കാര്യങ്ങളുടെ റെക്കോർഡ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം. എക്സാമ്പിൾ, ഡോക്യുമെൻറ്റ്സ് റീസൺ ഫോർ എക്സ്ക്ലൂഡിങ് സെർട്ടൈൻ ട്രാൻസാക്ഷൻസ് ഫോർ സാമ്പിൾ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് എന്താണ് സാമ്പിളിൽ നിന്നും നമ്മൾ ഒഴിവാക്കി, അതെന്താണ് നമ്മുടെ സാമ്പിളിംഗ് പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിൻ്റെ ബേസിൽ നമ്മൾ ചില ട്രാൻസാക്ഷൻ നമ്മൾ ഒഴിവാക്കി, ആ സാധനം റെക്കോർഡ് ചെയ്യണം. അതേമാതിരി തന്നെ റിസൾട്ടും ദെൻ കൺക്ലൂഷൻസും. ഓക്കെ, സോ അപ്പോൾ ഇതാണ് എസ് എ 530. അപ്പോൾ നമ്മൾ എത്ര സ്റ്റാൻഡേർഡ്സ് നോക്കി, നമ്മളിപ്പോൾ ഈ ഒരു 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ 5 സ്റ്റാൻഡേർഡ്സാണ് നോക്കിയത്. SA 500 നോക്കി, ദെൻ SA 501 നോക്കി, ദെൻ SA 505 നോക്കി, ദെൻ SA 510 നോക്കി ആൻഡ് SA 530. ഈ 5 സ്റ്റാൻഡേർഡ്സ് നമ്മൾ ചാപ്റ്റർ 5 നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇതാണ് ചാപ്റ്റർ 5 സ്റ്റഡി മെറ്റീരിയൽ. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതിനെക്കാട്ടും കുറവ് ഡീറ്റെയിൽസ് മാത്രമേ ഓരോ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടും കൊടുത്തിട്ടുള്ളൂ. ഒരു ചാർട്ട് മാതിരിയാണ് അവർ കൊടുത്തിട്ടുള്ളത് ഓരോ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടും. നമ്മളിത് കുറച്ചും കൂടി ഇത്രയും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സോ ഈ 5 ചാപ്റ്ററിനും CA ഫൈനൽ അത്രയേ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ അക്കോർഡിംഗ് ടു ചാപ്റ്റർ 5. ഓക്കെ, അപ്പോൾ അതാണ് ചാപ്റ്റർ 5. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് വെച്ചാൽ ചാപ്റ്റർ 6 ആണ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 5നെക്കാട്ടും ചാപ്റ്റർ 6നെക്കാട്ടും മുമ്പ് നിങ്ങൾക്ക് യൂട്യൂബിൽ വരിക ചാപ്റ്റർ 7 ആയിരിക്കും. അപ്പോൾ അത് കുറച്ചുകൂടി വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ടാണ് അത് ഫസ്റ്റ് ഇട്ടത്. അതിന് ശേഷമാണ് ചാപ്റ്റർ 5ഉം ചാപ്റ്റർ 6ഉം വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ 6 ആയിരിക്കും വരുന്ന വീഡിയോ. സോ നമുക്ക് ചാപ്റ്റർ 6ൽ ഇനി കാണാം. സോ താങ്ക് യു.